RRB ഗ്രൂപ്പ് ഡി എക്സാം ഈ ഒരു ഓഗസ്റ്റ് 3 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി മാത്സിന് വേണ്ടിയുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. മാത്സ് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് പ്രശ്നമുള്ള സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ എക്സാം അനലൈസ് ചെയ്ത് മാത്സിൽ എങ്ങനെയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഈ വരുന്ന എക്സാമിന് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത്, എത്രയും പെട്ടെന്ന് കിട്ടുന്ന സ്റ്റെപ്പുകൾ നമ്മൾ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെഷനിലുടനീളം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും, ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഏകദേശം എല്ലാ ചാപ്റ്ററിലും നമ്മൾ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം എങ്ങനെ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാം എന്നതായിരിക്കും നമ്മൾ ഈ സെഷനിൽ പറയുക. അപ്പോൾ എല്ലാവരും ഈ ഒരു സെഷൻ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് പോകുന്ന എല്ലാവരോടും പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എക്സാമിന് പോകുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓൾറെഡി ഹോൾ ടിക്കറ്റ് എല്ലാം 4 ദിവസം മുമ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ഹോൾ ടിക്കറ്റ് എടുത്ത് പ്രിന്റ് എടുത്ത് വെച്ചിരിക്കുക. ഇനി ഈ ഒരു ടൈമിൽ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ മോക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പെൻ ചെറിയ പെൻ ആയിരിക്കണം, ഒരു ഗ്രിപ്പ് ഇല്ലാത്ത ചെറിയ പെൻ യൂസ് ചെയ്യണം. കാരണം ആ എക്സാം ഹോളിൽ നമുക്ക് കിട്ടുക ആ ഒരു രീതിയിലുള്ള പെന്നാണ്. അപ്പോൾ ഇപ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ആ രീതിയിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഷിഫ്റ്റ് പല സമയങ്ങളായിട്ട് നമുക്ക് എക്സാം ഷിഫ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ രാവിലെ എണീറ്റ് ശീലമില്ലാത്തവർ ആ ഒരു ടൈമിൽ എണീക്കുക. അതേപോലെ നിങ്ങളുടെ ഷിഫ്റ്റിന്റെ ടൈമിംഗ് അറിഞ്ഞാൽ ആ ഒരു സമയം നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കാൻ ശ്രമിക്കുക. രാവിലെ എങ്കിൽ രാവിലെ, ഉച്ചയെങ്കിൽ ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ വൈകിട്ട് ആ ഒരു സമയം നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ എക്സാമിന് 2 ദിവസം മുമ്പ് ഫുഡ് കഴിക്കുന്നത് ശ്രദ്ധിക്കുക. വെളിയിൽ നിന്നൊന്നും അങ്ങനെ ജങ്ക് ഫുഡ് ഒന്നും കഴിക്കാതിരിക്കുക, വെറുതെ പ്രശ്നം ഉണ്ടാകാതിരിക്കുക, കറക്റ്റ് ആയിട്ട് ഉറക്കം കറക്റ്റ് മാനേജ് ചെയ്യുക. ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു എക്സാമിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞതെല്ലാം. അപ്പോൾ ഈ വക കാര്യങ്ങൾ കൂടി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി അധികം സമയം കളയണ്ട, നമുക്ക് ഈ ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ evaluate 529 divided by 23 into 61 minus 1403. Okay, ഒരു സിംപ്ലിഫിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ഇവിടെ നമ്മൾ ആദ്യം ആലോചിക്കുമ്പോൾ ഏത് റൂളാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്? ബോഡ്മാസ് റൂൾ ആണ്. ബോഡ്മാസ് റൂൾ എല്ലാവർക്കും അറിയാലോ. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഈ ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യണം. ഇവിടെ നോക്കി, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്. ഏത് ആദ്യം ചെയ്യും? ആ ഡിവിഷൻ അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? 529 divided by 23. 529 divided by 23 എന്ത് കിട്ടും? 529 divided by 23 എന്താ കിട്ടുന്നത്? 23 തന്നെയാണ് കിട്ടുന്നത്. 23 തന്നെയാണ്. 23 സ്ക്വയർ അല്ലേ 529 ആണല്ലോ. ബാക്കി എഴുതിക്കേ, 23 കിട്ടി. ഇൻറ്റു 61 മൈനസ് 1403. ഇനി എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. 23 ഇൻറ്റു 61 എന്ത് കിട്ടും? 23 ഇൻറ്റു 61 1403 തന്നെയാണ് വരുന്നത്. 23 ഇൻറ്റു 61 ചെയ്തു നോക്കാം. നോക്കി, അപ്പോ 1403 മൈനസ് 1403 എന്താ വരുന്നത്? 0. കഴിഞ്ഞില്ലേ? സിമ്പിൾ അല്ലേ? ഒന്നും ചെയ്യുന്നില്ലല്ലോ. സിംപ്ലിഫിക്കേഷനിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചെയ്തത്. പതിയെ നമുക്ക് അഡ്വാൻസ് ക്വസ്റ്റ്യൻസിലേക്കും കുറച്ച് ലെവലുള്ള ക്വസ്റ്റ്യൻസിലേക്കും നമ്മൾ കയറി പോകും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകാലോ. ഇത് സിമ്പിൾ ആയിട്ട് ചെയ്തില്ലേ? ഏത് മനസ്സിലാക്കി വെക്കുക. ബോഡ്മാസ് റൂൾ എപ്പോഴും മനസ്സിൽ വേണം. നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യരുത്. ആ തന്നിരിക്കുന്ന ഓർഡർ, അതായത് ബോഡ്മാസ് ഓർഡറിൽ തന്നെ ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. Sum of first 50 natural numbers is. ആദ്യത്തെ 50 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കുക. ആദ്യത്തെ 50 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കുക. ആദ്യത്തെ 50 നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? നോക്കി, 1, 2, 3, 4, 5 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന 50 വരെ പൊക്കോണ്ടിരിക്കുന്ന നമ്പേഴ്സ് ആണ് എന്ത്? നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 50 നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. ഇതിന്റെ എല്ലാത്തിന്റെയും എന്ത് കണ്ടുപിടിക്കുക? സം കണ്ടുപിടിക്കുക. അതായത് 1 + 2 + 3 + 4 + 5 എവിടെ വരെ? 50 വരെ ആഡ് ചെയ്യുക. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. പക്ഷെ ഒന്ന് ആലോചിച്ചേ, ഇത്രയും സമയമുണ്ടോ നമുക്ക് ഇത്രയും ആഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല കണ്ടുപിടിക്കണം. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു n into n plus 1/2. Sum of first natural numbers is equal to n into n plus 1/2. ഇവിടെ n എന്ന് പറയുന്നത് എന്താ അറിയും? 50 നമ്പർ ഓഫ് ടേംസ്. എത്ര ടേംസിന്റെ കാര്യമാണ് പറയുന്നത്?
50 ടേംസിന്റെ കാര്യമല്ലേ, അപ്പൊ n എന്താ 50. അപ്പൊ എന്ത് വരും 50 ഇൻറ്റു 50 പ്ലസ് 1 എന്താ 51 ഡിവൈഡഡ് ബൈ 2. രണ്ടും എന്താ 50 ക്യാൻസൽ ചെയ്തു 25. അപ്പൊ എന്താ കിട്ടുന്നത് 25 ഇൻറ്റു 51. എന്താണ് ആൻസർ കിട്ടുന്നത് 25 ഇൻറ്റു 51 എന്ത് കിട്ടും 25 ഇൻറ്റു 51. 25 ഇൻറ്റു 50 എത്രയാ 25 ഇൻറ്റു 5 എത്ര വരും 125 അല്ലേ. 25 ഇൻറ്റു 5 വരിക ആണല്ലോ. അപ്പൊ ഇതിനോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ 25 ഇൻറ്റു 5 കിട്ടി 25 ഇൻറ്റു 50 എന്താ 1 2 5 ഒരു 0 ഇട്ട് കൊടുത്താൽ പോരെ. അപ്പൊ ഇതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വാല്യൂ അല്ലേ, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ എന്താ ഒരു 25 കൂടെ ആഡ് ചെയ്യുന്ന വാല്യൂ അല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ 1275. ആ ഓപ്ഷനിൽ ഉണ്ട്, ഓപ്ഷൻ എ 1275 ആണ് നമ്മുടെ ആൻസർ. നിങ്ങൾ എല്ലാ ആൻസറും സ്റ്റെപ്പ് എല്ലാം കിട്ടിയിട്ട് മാത്രമേ ആൻസറിലേക്ക് എത്തൂ എന്നുള്ള ധാരണയിൽ ഇരിക്കരുത്. അപ്രോക്സിമേഷനും അസംഷനും എല്ലാം നിങ്ങൾ ചെയ്യണം, ഊഹങ്ങളെല്ലാം ചെയ്യണം. അടുത്തെത്തിയിട്ട് മാത്രം ഈ 25 51 ഒന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 25 50 ചെയ്യുക, അല്ലെങ്കിൽ 5 ചെയ്യുക 125. അപ്പൊ 125 50 എന്ത് വരും, ഒരു 0 ഇട്ടാ പോരെ 1250 അല്ലേ വരിക. അപ്പൊ അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വാല്യൂ നമ്മുടെ ഓപ്ഷനിൽ ഒരു 25 കൂടി ഒരു വാല്യൂ ഒന്നേ ഉള്ളൂ, 1275 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വന്നു സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ. എന്താ ഇക്വേഷൻ മറക്കരുത്, n into n plus 1/2 ആണ് ഇക്വേഷൻ ആണല്ലോ. ആണ്. ഇതേപോലെ തന്നെ ഇത് മാത്രം തരാനാണോ സാധ്യത? അല്ല. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് മാത്രമല്ല, സം ഓഫ് ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് വരും. സം ഓഫ് ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പർ വരാം. ഈവൻ നാച്ചുറൽ നമ്പർ ആദ്യത്തെ n ഈവൻ നാച്ചുറൽ നമ്പർ എന്താ, ആദ്യത്തെ ഈവൻ നാച്ചുറൽ നമ്പർ എന്താ 2, പിന്നെ 4, പിന്നെ 6, 8 ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതാണ് എന്ത് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ എണ്ണൽ സംഖ്യ. എവിടെ മുതല് 1 2 3 4 അവിടെ തൊട്ടല്ലേ നമ്മൾ എണ്ണി തുടങ്ങുന്നത് ആണല്ലോ. അതിന്റെ കൂടെ ഒരു 0 ഇട്ടാൽ എന്തായി ഹോൾ നമ്പേഴ്സ് ആയി. ഇത്രയേ ഉള്ളൂ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും. അതിലെ ആദ്യത്തെ ഇത്ര, ആദ്യത്തെ 50 ആകാം, ആദ്യത്തെ 20 ആകാം, ആദ്യത്തെ 35 ആകാം, അത്രയുമുള്ള ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനാ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് 2 + 4 + 6 + 8 + ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം ആണല്ലോ. അതിന് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു നോക്കണം, അല്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. n into n plus 1. Sum of first n even natural numbers n into n plus 1. ഇനി sum of first n odd natural number. Sum of first n odd natural number എന്ത് വരും n square. ഡയറക്റ്റ് ഇക്വേഷൻ. അതായത് 1 + 3 + 5 + 7 + ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ സം എന്താ n square ആണ്. ഇനി അടുത്തത് sum of squares of first n natural number. Squares of first n natural numbers. Sum of squares of first n natural numbers എന്ത് വരും? Sum of squares of first n natural numbers. ഇതാണ് ഈ കൂട്ടത്തിൽ കുറച്ച് വലിയ ഇക്വേഷൻ. ഞാൻ പറഞ്ഞുതരാം. n into n plus 1 into 2n plus 1 divided by 6. Okay, ആദ്യത്തെ sum of squares of first natural number, അതായത് 1 square plus 2 square plus 3 square plus ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിന്റെ സമ്മ് കാണുക. സമ്മ് കണ്ടിട്ട് സ്ക്വയർ എടുക്കാനല്ല പറഞ്ഞത്. അതായത് 1 + 2 + ഇങ്ങനെ പോയി ഇതിന്റെ സ്ക്വയർ എടുക്കാനല്ല പറഞ്ഞത്. 1 square plus 2 square plus 3 square ഇങ്ങനെ പോകുന്നതിന്റെ സ്ക്വയർ കാണുക. എന്താ അപ്പോഴ് നോക്കി, എന്താ ഇക്വേഷൻ നോക്കി, n into n plus 1 into 2n plus 1 divided by 6. n into n plus 1 into 2n plus 1 divided by 6. n into n plus 1 into 2n plus 1 divided by 6. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താ ക്യൂബിന്റെയും കൂടെ നമ്മൾ എഴുതാം. സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ത് കിട്ടും? ഇക്വേഷൻ എന്ത് കിട്ടും? n into n plus 1 divided by 2 the whole square. n into n plus 1 divided by 2 the whole square. ഇതാണ് എന്ത് സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് സമയം പിടിക്കും. അത് നമുക്ക് കളയാൻ സമയമില്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് ഇക്വേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തായിരിക്കും പോവുക. ഇതേ ക്വസ്റ്റ്യൻ അടുത്ത എക്സാമിന് വരണമെന്നില്ല. ഈ കൊടുത്തിരിക്കുന്ന ഇക്വേഷനിലെ പല ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതായിരിക്കും എന്ത് അടുത്ത എക്സാമിന് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the cost price of 42 articles is equal to selling price of 36 articles,
then find the profit percentage. Okay, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. If the cost price of 42 articles is equal to the selling price of 36 articles, അതായത് if the cost price of 42 articles 42 ആർട്ടിക്കിൾസിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? 36 ആർട്ടിക്കിൾസിന്റെ സെല്ലിംഗ് പ്രൈസ്. 42 ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 36 ആർട്ടിക്കിളിന്റെ സെല്ലിംഗ് പ്രൈസിന് ഈക്വലാ. ക്ലിയർ ആണോ? ഓക്കെ, കോസ്റ്റ് പ്രൈസ്, മാർക്ക്ഡ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് ഒക്കെ അറിയാലോ നിങ്ങൾക്ക്. കോസ്റ്റ് പ്രൈസ്, അതിൽ നിന്ന് മാർക്ക്ഡ് പ്രൈസ്, അതിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിലേക്ക് പോകും. കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ? ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ പെൻ, ഞാനൊരു പെൻ സെല്ലറാണ്, അല്ലെങ്കിൽ എനിക്കൊരു ഈ പെൻ വിൽക്കുന്ന കടയുണ്ട്. അപ്പോൾ ഇതിന്റെ മുകളിൽ എന്റെ ഷോപ്പിൽ എത്തിക്കാൻ എനിക്ക് ചിലവായ തുക, അതാണ് എന്ത്? കോസ്റ്റ് പ്രൈസ്. ഈ ഒരു പെൻ നിർമ്മിച്ച് വിൽക്കാൻ വേണ്ടി എന്റെ ഷോപ്പിൽ, എന്റെ കടയിൽ എത്തിക്കാൻ വേണ്ടി അതിന്റെ മുകളിൽ ചിലവായ തുക, അതാണ് കോസ്റ്റ് പ്രൈസ്. ഇനി കടയിൽ എത്തിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരു മാർക്ക്ഡ് പ്രൈസ് ഇടും. അതാണ് എന്ത്? MRP അല്ലെങ്കിൽ മാർക്ക്ഡ് പ്രൈസ്. MRP നമ്മൾ കേട്ടിട്ടില്ലേ? MRP എന്നോ മാർക്ക്ഡ് പ്രൈസ് എന്നോ ലേബിൾഡ് പ്രൈസ് എന്നോ ലിസ്റ്റഡ് പ്രൈസ് എന്നോ ടാഗ്ഡ് പ്രൈസ് എന്നോ എല്ലാം വിളിക്കുന്ന ആരെയാ? MRP ആണ്. നമ്മളിപ്പോ ഒരു ഷർട്ടോ അല്ലെങ്കിൽ സാരി എടുക്കാൻ ഷോപ്പിൽ ചെന്നു, അപ്പൊ ആ ഒരു ടാഗിന്റെ മുകളിൽ ഒന്ന് വെട്ടിയിട്ടിരുന്നില്ലേ, MRP എന്ന് എഴുതിയിട്ടേക്കുന്നില്ലേ, ചിലപ്പോ എന്ത് ചെയ്യും? വെട്ടിയിട്ടിട്ട് വേറൊരു തുക എഴുതും. ക്ലിയർ ആണോ? അതാണ് എന്ത്? ആ വെട്ടിയിട്ടേക്കുന്ന തുകയാണെന്ത്? MRP. ഇനി ആ വെട്ടിയിട്ട് അടുത്ത് എഴുതിയേക്കുന്ന തുക എന്താ? സെല്ലിംഗ് പ്രൈസ് ആണ്, അല്ലെങ്കിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന തുക. ഈ വിലക്കാണ് എന്ത്? നമ്മളായ കസ്റ്റമർ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ കോസ്റ്റ് പ്രൈസിൽ നിന്ന് മാർക്ക് പ്രൈസിലേക്ക് എത്തുന്ന എങ്ങനെയാ? മാർക്കപ്പ് പെർസെന്റേജ് കൊടുത്ത്. ഇനി മാർക്ക് പ്രൈസിൽ നിന്നും സെല്ലിംഗ് പ്രൈസിലേക്ക് എത്തുന്ന എങ്ങനെയാ? ഡിസ്കൗണ്ട് പെർസെന്റേജ് കൊടുത്തിട്ട്. ക്ലിയർ ആണോ? ഇനി കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസിലും എന്തെങ്കിലും ബന്ധമുണ്ടോ? ലോസ് ഓർ പ്രോഫിറ്റ് നിശ്ചയിക്കുന്ന എന്താ? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ചേർന്നാണ്. ഇപ്പോ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ് ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്ത് വരും? ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ, ഏതിൽ നിന്നാണ് ഡിസ്കൗണ്ട് കാണുന്നത്? മാർക്ക്ഡ് പ്രൈസിൽ നിന്നല്ലേ. അപ്പൊ അതാണ് എന്ത്? ബേസ് ആയിട്ട് വരിക. ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് ഇൻടു 100%. ഇത്രേ ഉള്ളൂ. ഇനി നോക്കി പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് വെച്ചാൽ എന്താ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, അതായത് വിൽക്കുന്ന തുക മൈനസ് എന്ത്? നമ്മളുടെ കയ്യിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് എത്തിക്കാൻ നമുക്ക് ചിലവായ തുക. ഓക്കെ, പ്രോഫിറ്റിൽ എപ്പോഴും ഏതായിരിക്കും വലുത്? വിറ്റ തുകയായിരിക്കും വലുത്. ലാഭം വേണമെങ്കിൽ എന്താ? ആ വിറ്റത് ഒരു പ്രൊഡക്റ്റ് 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ കിട്ടാൻ അതിന് 100 രൂപ ചിലവായി. 100 രൂപയ്ക്ക് തന്നെ അത് വിറ്റാൽ, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 100 ഇട്ടാൽ എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടോ? ഇല്ല. സെല്ലിംഗ് പ്രൈസ് ഒരു 120 ഇട്ടാലോ എനിക്ക് എത്രയായി? 20 ലാഭമായി. ക്ലിയർ ആണോ? ഇപ്പൊ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് എന്ത് വരും? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഏതിൽ നിന്നാണ് പ്രോഫിറ്റോ ലോസോ വരുന്നത്? കോസ്റ്റ് പ്രൈസിൽ നിന്നല്ലേ. കോസ്റ്റ് പ്രൈസ് ഇല്ല എങ്കിൽ പ്രോഫിറ്റ് ലോസും ഇല്ല. പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻടു 100%. ലോസ് പെർസെന്റേജ് എന്താ? ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻടു 100%. ഓക്കെ, അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഇതെല്ലാം എന്ത്? നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ചാപ്റ്ററിൽ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 42 കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 36 സെല്ലിംഗ് പ്രൈസ്. അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്ത് വരും? ബൈ സെല്ലിംഗ് പ്രൈസ് എന്ത് വരും? ഈ 42 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പുറത്തും എന്താവും? ഡിവിഷൻ ആവും. 36 ഡിവൈഡഡ് ബൈ 42. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത സെല്ലിംഗ് പ്രൈസ് ഇപ്പുറത്തും എന്താവും? ഡിവിഷൻ ആവും. ക്ലിയർ ആണോ? ഇവിടെ ഇന്ന് കട്ട് ചെയ്ത് 2 കൊണ്ട് കട്ട് ചെയ്താലോ? അപ്പൊ എന്ത് കിട്ടും? 18/21. 2നെ ഒരു 3 കൊണ്ട് കട്ട് ചെയ്യാനില്ലേ? 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 6/7. ഇപ്പൊ കോസ്റ്റ് പ്രൈസ് ഈസ് ടു സെല്ലിംഗ് പ്രൈസ് എന്ത് വന്നു? 6:7 വന്നു. നോക്കി, ഇവിടെ പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. നോക്കി, പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എത്രയാ? 7 മൈനസ് കോസ്റ്റ് പ്രൈസ് എത്രയാ? 6. 7 മൈനസ് 6 എന്താ? 1. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് എന്ത് വരും? പ്രോഫിറ്റ് ബൈ 1/, കോസ്റ്റ് പ്രൈസ് എത്രയാ? 6 ഇൻടു എന്ത്? 100%. 1/6 ഇൻടു 100%. പെർസെന്റേജിന്റെ ചാർട്ട് പഠിക്കുക. 1/6 ഇൻടു 100% എത്രയാ? 16.66%. ഓപ്ഷനിൽ ഇല്ലേ? ഓപ്ഷനിൽ ആൻസർ ഉണ്ട്. ക്ലിയർ ആണോ? പ്രോഫിറ്റ് ആണ് എങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും വലുത്. സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഗ്രേറ്റർ ദാൻ കോസ്റ്റ് പ്രൈസ്.
ഇനി നഷ്ടമാണ് എങ്കിൽ കോസ്റ്റ് പ്രൈസ് വിൽ ബി ഗ്രേറ്റർ ദാൻ സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് ആയിരിക്കും അപ്പോൾ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് on rupees 4,000 at 6% per annum rate of interest for the period from 19th February 2024 to 20 April 2024. ഇവിടെ എന്താ കാണേണ്ടത്? എന്താ കാണേണ്ടത്? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാമിന് സ്ഥിരം വന്ന മോഡലാണ് എന്ത്? ഈ ടൈം തരും. ടൈം ഇങ്ങനെ മാസങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും സമയം തരിക. അതിൽ നിന്ന് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഒക്കെ കണ്ടുപിടിക്കണം. ക്ലിയർ ആണോ? നോക്കി, സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 100 ആണല്ലോ. നോക്കി, ഇവിടെ എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് 4000 ആണ് ഇവിടുത്തെ എന്ത്? പ്രിൻസിപ്പൽ അല്ലെങ്കിൽ സം എന്ന് പറയുന്നത്. 4000 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 6 ഇൻറ്റു. ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഇവിടെ സമയത്തിലാണ് പ്രശ്നം വരുന്നത്. ക്ലിയർ ആണോ? സമയം നമുക്ക് എങ്ങനെ എടുക്കാം? 19 ഫെബ്രുവരി മുതൽ 20 ഏപ്രിൽ വരെയുള്ള സമയം. ഏത് വർഷം? 2024. ഒന്ന് ആലോചിച്ചേ, ഒരു ഫെബ്രുവരി മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? നോർമൽ ആണെങ്കിൽ 28, ലീപ് ഇയർ ആണെങ്കിൽ എത്രയാ? 29. ഇത് ലീപ് ഇയർ ആണോ അതോ നോർമൽ ഇയർ ആണോ? കണ്ടുപിടിക്കാൻ എളുപ്പമാ. ആ വർഷത്തിനെ 4 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ, റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്താ? ലീപ് ഇയർ ആണ്. 2024 ഡിവൈഡ് ബൈ 4 എന്താ? റിമൈൻഡർ എന്ത് വരും? 0. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവില്ലേ? 2024 ഡിവൈഡ് ബൈ 4 എന്താ? 56 വരും. കംപ്ലീറ്റ് ആയിട്ട് ഡിവിഷൻ നടക്കില്ലേ? റിമൈൻഡർ 0 അല്ലേ? അപ്പോൾ ഇതെന്താ? ലീപ് ഇയർ ആണ്. ലീപ് ഇയറിൽ ഫെബ്രുവരിയിൽ എത്ര ദിവസം വരും? 29. 19 ദിവസം കഴിഞ്ഞു. 19 തൊട്ടാണ് ഇനി നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. 19 തൊട്ട് 29 വരെ എത്ര ദിവസം ഉണ്ട്? 10 ദിവസം. ഫെബ്രുവരിയിൽ അപ്പോ 10 ദിവസം പ്ലസ് ഇനി അടുത്ത മാർച്ച് ഇല്ലേ? ഫെബ്രുവരി തൊട്ട് ഏപ്രിൽ വരെ പോകാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഇല്ലേ? മാർച്ചിൽ എത്ര ദിവസം ഉണ്ട്? മാർച്ച് മൊത്തം ഉണ്ടല്ലോ. മാർച്ച് മുഴുവനുണ്ട്. മാർച്ചിൽ എത്ര ദിവസം? നോർമലി 31 ദിവസം പ്ലസ് ഇനി അടുത്ത് ഏപ്രിൽ അല്ലേ? ഏപ്രിൽ എത്ര ദിവസമേ ഉള്ളൂ? ഏപ്രിലിൽ 20 ദിവസമേ ഉള്ളൂ. അപ്പൊ എത്രയാ? 20. 10 പ്ലസ് 31 പ്ലസ് 20 എന്ത് വരും? 61 ദിവസം. അപ്പൊ ഇൻറ്റു എത്രയാ? ഇൻറ്റു എത്രയാടേ? 61 ഡിവൈഡഡ് ബൈ എന്ത് വരും? ഇതെന്താ? ദിവസമാണ്. നമുക്കിവിടെ ടൈമിൽ എന്താ വേണ്ടത്? വർഷമാണ് വേണ്ടത്. എത്ര വർഷം? അതെങ്ങനെ കണ്ടുപിടിക്കും? 61 ഡിവൈഡ് ബൈ ഈ വർഷത്തിൽ എത്ര ദിവസമുണ്ട്? ലീപ് ഇയർ ആകുമ്പോ 366 ദിവസമാണ്. നോർമലി നമ്മൾ പറയുന്നത് ഒരു വർഷത്തിൽ 365 ദിവസം. അത് നോർമൽ വർഷത്തിലാണ്, നോർമൽ ഇയറിലാണ്. ഇത് ലീപ് ഇയർ ആണ്. അപ്പൊ എന്താ? ഒരു ദിവസം കൂടുതൽ 366. അപ്പൊ എന്ത്? ഈ ഒരു ദിവസത്തിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്തു? വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ എന്ത്? 100. ഡിവൈഡഡ് ബൈ 100 കഴിഞ്ഞു. നോക്കി, 0 കട്ട് ചെയ്തു. ഇനി നോക്കി, 366 ആണ് ഇവിടെ. 61 ഇൻറ്റു എത്രയാണ്? 366. 61 ഇൻറ്റു 6 ആണ് 366. ഈ 6 ക്യാൻസൽ ആയി. ബാക്കി എത്രയാ? 40 ആണ് നമ്മളുടെ ആൻസർ. ക്ലിയർ ആണോ? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാ ഇവിടെ? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാ? 40 ആണ്. ഈ മോഡൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡലാണ്. കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻ ഈ ഒരു മോഡലിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ മറക്കരുത്, ലീപ് ഇയർ ആണോ നോക്കുക. ഫെബ്രുവരി അതിൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഫെബ്രുവരി ഇല്ലാത്തൊരു മാസമാണെങ്കിൽ പ്രശ്നമില്ല. നമുക്ക് ലീപ് ഇയർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? അതേപോലെ തന്നെ ഡേയ്സിനെ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്താ? ഡേയ്സ് ഡിവൈഡഡ് ബൈ ആ നമ്പർ. ആ വർഷത്തിൽ എത്ര ദിവസം ഉണ്ട്? നോക്കി, ലീപ് ഇയർ ആയതുകൊണ്ടാണ് എന്ത് 326 വന്നത്. സാധാരണ വർഷമായിരുന്നെങ്കിൽ എന്താ? 365 ദിവസം മാത്രമേ വരൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോവാം. The ratio of volume of sphere to total surface area of hemisphere is 28:3. If the radii of the sphere and hemisphere are equal, radius സ്പിയറിന്റെയും ഹെമിസ്പിയറിന്റെയും റേഡിയസ് ഈക്വൽ ആണെന്ന് ആദ്യമേ അവരങ്ങ് പറയാം. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സ്പിയേഴ്സ്, അല്ലെങ്കിൽ വോളിയം ഓഫ് ദ സ്പിയർ. വോളിയം ഓഫ് ദ സ്പിയേഴ്സ് അല്ല, വോളിയം ഓഫ് ദ സ്പിയർ. സ്പിയറിന്റെ വോളിയം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് വേണമാണല്ലോ. വോളിയം ഓഫ് സ്പിയർ വേണം, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്പിയറും വേണം. വോളിയം ഓഫ് സ്പിയർ എത്രയാണ്? വോളിയം ഓഫ് സ്പിയറിന്റെ വോളിയം എത്രയാണ്? 4/3
പൈ ആർ ക്യൂബ്. വോളിയം ഓഫ് സ്ഫിയർ എത്രയാ? 4/3 പൈ ആർ ക്യൂബ് ആണ് എന്ത്? വോളിയം ഓഫ് സ്ഫിയർ. ഇനി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എത്രയാ? ഹെമിസ്ഫിയർ. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എത്രയാ? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ 3πr². 3πr². കഴിഞ്ഞു. ഈ രണ്ട് ഇക്വേഷൻസ് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ, എങ്ങനെ ചെയ്തു നോക്കി. ഇവര് തമ്മിലുള്ള റേഷ്യോ, അതായത് വോളിയം ഓഫ് സ്ഫിയർ 4/3 πr³ ഡിവൈഡഡ് ബൈ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ 3πr² ഈക്വൽ ടു എന്ത്? 28/3. ഇവിടെ ഒരു ഡേറ്റയും കൂടെ അധികം പറയുന്നുണ്ട്. ഇഫ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ആൻഡ് ഹെമിസ്ഫിയർ ആർ ഈക്വൽ. അപ്പോൾ ഈ രണ്ട് ടേംസ് ഞാൻ ഒരുമിച്ച് എഴുതി. എന്തുകൊണ്ടാ? ഇത് രണ്ടും ഒരേപോലെ എഴുതി. എന്തുകൊണ്ടാ? ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ് എഴുതിയത്. കഴിഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? നോക്കി, ഇവിടെ രണ്ട് കട്ട് ചെയ്ത് കളയാം, വേറെ ചെയ്യാനല്ല. ഇവിടെ രണ്ട് റേഡിയസ് ഉണ്ട്. ഇവിടെ രണ്ട് റേഡിയസ്. ഇവിടെ എത്ര റേഡിയസ് ഉണ്ട്? രണ്ട് റേഡിയസ് ഉണ്ട്. രണ്ട് റേഡിയസ് ഉണ്ട്. ഇവിടെ എത്ര റേഡിയസ് ഉണ്ട്? 3 റേഡിയസ്. അപ്പൊ ഒരു റേഡിയസ് ഇവിടെ റിമെയിൻ ചെയ്യും. ദാ ഈ പൈയും ദാ പോയി. ഈ 3യും ദാ പോയി. ഇനി എന്തൊക്കെയാ? ദാ ഈ 4ഉം 28ഉം കൂടെ പോയി. 2 കൊണ്ട് കട്ട് ചെയ്തപ്പോ എന്ത് വന്നു? 2 കൊണ്ട് കട്ട് ചെയ്തപ്പോ 14 വന്നു, 2 വന്നു. ഒന്നുകൂടെ കട്ട് ചെയ്യാലോ? 2 കൊണ്ട് കട്ട് ചെയ്തു. ഇവിടെ എന്ത് വന്നു? 7 വന്നു. അപ്പൊ എന്താ ആൻസർ? ഇവിടെ ഒരു 6 മാത്രമുണ്ട്. ഇവിടെ ദാ ഒരു ഡിവൈഡഡ് ബൈ 3 ഉണ്ട്. അതായത് r divided by 3, radius divided by 3 equal to എന്താ? 7. അപ്പോൾ റേഡിയസ് എന്ത് വരും? 7 into 3 വരും. എന്ത് വരും? 21 വരും. റേഡിയസ് എന്ത് വന്നു? 21 സെന്റിമീറ്റർ വന്നു. റേഡിയസ് 21 സെന്റിമീറ്ററോ മീറ്ററോ ഒന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? അതേപോലെ ഇട്ടേക്കാം. 21 ആണ് റേഡിയസ്. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം. വോളിയം ഓഫ് സ്ഫിയർ എന്താ? 4/3 πr³ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്താ? 3πr² ആണ്. അപ്പൊ എന്ത് ചെയ്തു? അതിന്റെ റേഷ്യോ ആണ് 28/3 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. 4/3 πr³ ബൈ 3πr² ഈസ് ഈക്വൽ ടു എന്ത്? 28/3 വരും. നോക്കി, ഇതിങ്ങനെ എഴുതി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? നോക്കി, 4/3 πr³ ഡിവൈഡഡ് ബൈ 3πr² എങ്ങനെ എഴുതാം നമുക്ക്? നോക്കി, a ഡിവൈഡഡ് ബൈ b ഡിവൈഡഡ് ബൈ c ബൈ d എന്ത് വരും? ഈ d ദാ മുകളിൽ പോവും. c എന്ത് വരും? b യുടെ കൂടെ പോവും. അതായത് a into d ഡിവൈഡഡ് ബൈ b into c. ഓക്കെ, അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. ഈ 3πr² എനിക്ക് 3πr² ഡിവൈഡ് ബൈ 1 എന്ന് ഇട്ടൂടെ? അപ്പൊ എന്ത് വരും? 4πr³ into 1 ഡിവൈഡഡ് ബൈ എന്ത്? 3 into 3πr² ഈക്വൽ ടു എന്ത്? 28/3. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഡയറക്റ്റ് കട്ട് ചെയ്തതേ ഉള്ളൂ. ഇങ്ങനെയാണ് വരുന്നത്. നോക്കിയേ, 2 r ഇവിടെ ഉണ്ട്, 3 r ഇവിടെ ഉണ്ട്. ഒരു r മാത്രം റിമെയിൻ ചെയ്യും. പൈ ക്യാൻസൽ ആയി. ഇവിടുത്തെ ഒരു 3യും ഇവിടുത്തെ ഒരു 3യും ക്യാൻസൽ ആയി. 7 into 4 ആണ് എന്ത്? 28. ബാക്കി എന്തൊക്കെയുണ്ട്? അപ്പൊ റേഡിയസ് എന്ത് വരും? 3 into 7 21 വരും. 21 വരും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ചെയ്തത് ക്ലിയർ ആണോ? ഇനി നമുക്ക് ആൻസർ ആയോ? ഇല്ല. ആൻസർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആൻസർ എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? Then find the volume of the sphere. സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കുക. സ്ഫിയറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ ഓൾറെഡി നമുക്ക് അറിയാം. എന്താണ് ഇക്വേഷൻ? അതിന്റെ 4/3 πr³. r നമ്മുടെ ഉണ്ടല്ലോ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 4/3 ഇൻറ്റു പൈയുടെ വാല്യൂ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെടുക്കുക? 22/7 എടുക്കുക. ഇൻറ്റു r³ എന്താ? 21 ഇൻറ്റു 21 ഇൻറ്റു 21. കഴിഞ്ഞു. 7ഉം 21 കട്ട് ചെയ്തു, 3 വന്നു. 3ഉം കട്ട് ചെയ്തു. ഇനി എന്താ ഉള്ളത്? 4 ഇൻറ്റു 22 ഇൻറ്റു 4 ഇൻറ്റു 22 ഇൻറ്റു 21 ഇൻറ്റു 21. നോക്കി, ഇത്രയും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യമേ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന്റെ യൂണിറ്റ് ഡിജിറ്റ്സ് നോക്കുക. ഇവിടെ 8, 0, 6, 2. യൂണിറ്റ് ഡിജിറ്റ് 4 4. ആൻസർ കിട്ടി. നോക്കിയേ, 4 ഇൻറ്റു 2 എന്താ? 8. 8 ഇൻറ്റു 1 എന്താ? 8. 8 ഇൻറ്റു 1 എന്താ? 8. എല്ലാം മൾട്ടിപ്ലിക്കേഷനിലെ. അപ്പൊ നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും? 8. യൂണിറ്റ് ഡിജിറ്റ് 8 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് ഇവിടെ? ഒരേ ഒരു ഓപ്ഷൻ. എന്താ നമ്മുടെ ആൻസർ? അപ്പോഴ് 38808. നമ്മുടെ ആൻസർ കിട്ടി 38808. 38808. ക്ലിയർ ആണല്ലോ? അപ്പൊ മെൻസുറേഷനിലെ ഒരുപാട് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാംസിന് വന്നിട്ടുണ്ട്. ഇക്വേഷൻസ് എല്ലാം പഠിച്ചു വെക്കുക. മെൻസുറേഷൻ ഇക്വേഷൻ ഇല്ലാതെ നമ്മൾക്ക് ഒന്നും ചെയ്യാനില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Navya and Bhavya can paint a house in 40 days and 60 days respectively.
നവ്യക്ക് ഒറ്റയ്ക്ക് 40 ദിവസം കൊണ്ടും ഭവ്യക്ക് ഒറ്റയ്ക്ക് 60 ദിവസം കൊണ്ടും ഒരു വീട് എന്ത് ചെയ്യാൻ പറ്റും? പെയിന്റ് ചെയ്യാൻ പറ്റും. ഒരു വീട് പെയിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇഫ് ദേ വർക്ക്ഡ് ഓൺ ഓൾട്ടർനേറ്റ് ഡേയ്സ്. ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് വെച്ചാൽ എന്താ? ആദ്യത്തെ ദിവസം ഒരാൾ വർക്ക് ചെയ്യും, അടുത്ത ദിവസം ഒരാൾ വർക്ക് ചെയ്യും, അതിന്റെ അടുത്ത ദിവസം ആദ്യത്തെ ദിവസം വർക്ക് ചെയ്ത ആൾ വർക്ക് ചെയ്യും, പിന്നെ അടുത്ത ദിവസം എന്ത്? രണ്ടാമത്തെ ദിവസം വർക്ക് ചെയ്ത ആൾ വർക്ക് ചെയ്യും. പിന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് വർക്ക് ചെയ്യുക. ആദ്യം നവ്യ ആയിരിക്കും, പിന്നെ ഭവ്യ ആയിരിക്കും, പിന്നെ നവ്യ വരും, പിന്നെ ഭവ്യ വരും. ഇങ്ങനെയാണ് അവര് വർക്ക് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് എന്ത്? ഭവ്യ. ഭവ്യയിലാണ് ഇവിടെ തുടങ്ങുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. അപ്പൊ ആദ്യം ഭവ്യ, പിന്നെ നവ്യ, പിന്നെയും ഭവ്യ, പിന്നെ നവ്യ. ഈ വർക്ക് തീരുന്നവർ ഇങ്ങനെ അവർ പൊക്കോണ്ടേയിരിക്കും, ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഹൗ മെനി ഡേയ്സ് ക്യാൻ ദ ഡ്യുവോ? ഡ്യുവോ എന്ന് വെച്ചാൽ എന്താ? ഇവർ രണ്ടുപേർ കൂടെ ഈ എത്ര ദിവസം കൊണ്ട് എന്ത് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഇൻഡിവിജ്വൽ വർക്കിന്റെ LCM എടുക്കുക. അതായത് നവ്യയുടെ എത്ര ദിവസം കൊണ്ടാ ഒരു ഒറ്റയ്ക്ക് വർക്ക് തീർക്കുക? 40 ദിവസം കൊണ്ട്. ഭവ്യ എത്ര ദിവസം കൊണ്ടാ ഒറ്റയ്ക്ക് വർക്ക് തീർക്കുക? 60 ദിവസം കൊണ്ട്. എന്താണ് LCM? 40 60ന്റെ LCM എന്താ? 120. ഓക്കെ, LCM എങ്ങനെയാണ് കാണുന്നത്? 40ന്റെ 60ന്റെയും. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? 60 അല്ലേ? 60ന്റെ മൾട്ടിപ്പിൾസ് എടുക്കുക. 60 × 1 എന്താ? 60. 40 × എന്തെങ്കിലും 60 ആണോ? അല്ല, നമ്മുടെ LCM 60 അല്ല. അടുത്ത മൾട്ടിപ്പിൾ 60 × 2 എന്താ? 120. 40 × 3 120 അല്ലേ? അപ്പൊ നമ്മുടെ LCM എന്താ? 120. ടോട്ടൽ വർക്ക് എന്താ? 120. ടോട്ടൽ വർക്ക് 120. 40 × എത്രയാണ്? 120. 3. അപ്പൊ എഫിഷ്യൻസി കിട്ടി. ഇത് കിട്ടുന്ന എന്താ? എഫിഷ്യൻസി. അല്ലെങ്കിൽ 120 ഡിവൈഡ് ബൈ 4, ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ആണ് എന്ത്? എഫിഷ്യൻസി വരിക. ഇനി 60 × എത്രയാണ്? 120. 2. രണ്ടുപേരുടെയും നവ്യയുടെയും ഭവ്യയുടെയും എഫിഷ്യൻസി കിട്ടി. 3ഉം 2ഉം. നോക്കി, ഇനി എന്താ? ഹൗ മെനി ഡേയ്സ്? ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ഭവ്യ തുടങ്ങി. ഭവ്യയുടെ എഫിഷ്യൻസി എത്ര? 2. ഭവ്യ ഒരു ദിവസം എത്ര വർക്ക് തീർക്കും? 2 വർക്ക് തീർക്കും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ദിവസം ആര് വർക്ക് ചെയ്യും? നവ്യ വർക്ക് ചെയ്യും. എത്ര വർക്ക് തീർക്കും? 3 വർക്ക് തീർക്കും. ആണല്ലോ? അപ്പൊ അവർ ഒരുമിച്ച് 2 ദിവസത്തിൽ എത്ര വർക്ക് തീർക്കും? 2 ദിവസത്തിൽ അവർ ഒരുമിച്ച് എത്ര വർക്ക് തീർക്കും? 5 വർക്ക് തീർക്കും. ക്ലിയർ ആണോ? 2 ദിവസം കൂടെ 5 വർക്ക് തീർക്കും. അങ്ങനെയാണെങ്കിൽ എത്ര വർക്കാണ് തീരേണ്ടത്? 120. 5 × എത്രയാണ്? 120. 5 × 24 അല്ലേ 120? ആണല്ലോ, 24 അല്ലേ 120? അപ്പൊ 24 വട്ടം ഇങ്ങനെ പൊക്കോണ്ടിരുന്നാൽ എന്ത്? ഈ ടോട്ടൽ വർക്ക് തീരും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത അതേ നമ്പർ കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാ. പരിപാടി കഴിഞ്ഞു. 2 × 24 എത്രയാ? 48. അപ്പൊ എത്ര ദിവസം കൊണ്ടാണ് ഈ 120 വർക്ക് കംപ്ലീറ്റ് ചെയ്യുക? 48 ദിവസം കൊണ്ടാണ് ഈ 120 വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ആൻസർ ഓപ്ഷനിലില്ലേ? ഓപ്ഷനിലുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. A train running at 54 km/h crosses a 250-meter long platform in 30 seconds. How long will it take to cross a standing man? ഒരു ട്രെയിൻ എത്രയാണ്? ട്രെയിനിന്റെ സ്പീഡ് ഓഫ് ട്രെയിൻ എത്രയാ? 54 km/h ആണ് എന്ത്? സ്പീഡ്, ട്രെയിനിന്റെ സ്പീഡ്. ക്രോസസ് എ 250 ലോങ് പ്ലാറ്റ്ഫോം, അതായത് 250 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്തതാ നമ്മുടെ ട്രെയിൻ. ഇങ്ങനെ വരിക, ട്രെയിൻ വരിക. ഈ 200 ഈ പ്ലാറ്റ്ഫോം ആണ്. ഇത് പ്ലാറ്റ്ഫോമിന് എന്ത് ചെയ്തു? പാസ് ചെയ്ത് പോയി. എത്ര സമയം കൊണ്ട്? 30 സെക്കൻഡ് കൊണ്ടാണ് ഈ ഒരു കാര്യം നടന്നത്. നമ്മുടെ ട്രെയിൻ വരുന്നു, പ്ലാറ്റ്ഫോം ഇവിടെ ഇരിക്കുന്നു. പ്ലാറ്റ്ഫോമിനെ പാസ് ചെയ്ത് എത്ര സെക്കൻഡ് കൊണ്ട് പോയി? 30 സെക്കൻഡ് കൊണ്ട് പോയി, പാസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ക്രോസ് എ സ്റ്റാൻഡിംഗ് മാൻ? അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ ഇവിടെ ഇങ്ങനെ നിൽക്കുക. നമ്മുടെ ട്രെയിൻ എത്ര സമയം കൊണ്ടാണ് ഈ ആളിനെ പാസ് ചെയ്യുക? ഇതാണ് ക്വസ്റ്റ്യൻ. എത്ര സമയം കൊണ്ടാണ് ആളിനെ പാസ് ചെയ്യുക? ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഇതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നോക്കി, ആൻസർ ഏതിലാണ്? സെക്കൻഡ്സിലാണ്. അപ്പൊ എന്താക്കണം? ഈ km/h എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? m/s കൺവേർട്ട് ചെയ്യണം. അതെന്താ? 54 km/h m/s കൺവേർട്ട് ചെയ്യുന്ന ഇൻറ്റു 5/18. m/s കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ ന്യൂമറേറ്റർ ചെറുത് 5, km/h കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ ന്യൂമറേറ്റർ എന്താ? വലുത് 18. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 18 × എത്രയാണ് ഈ 54? 18 × 3 അല്ലെ 54? അപ്പൊ 3 × 5 എത്രയാ? 15 m/s ആണ് എന്ത്? ട്രെയിനിന്റെ സ്പീഡ് ഓഫ് ട്രെയിൻ. ക്ലിയർ ആണല്ലോ? ഇനി എത്ര ഡിസ്റ്റൻസ് ആണ്
ഈ ഒരു പ്രോസസ്സിൽ കവർ ചെയ്യുക. നോക്കിയേ, ട്രെയിനിന്റെ ലെങ്തും പ്ലാറ്റ്ഫോമിന്റെ ലെങ്തും കടന്നു കിട്ടണ്ടേ ആണല്ലോ. അതോ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് മാത്രം കടന്നു പോയാൽ മതിയോ? ട്രെയിനിന് ഒരു ലെങ്ത് ഉണ്ട്, അതും കടന്നു പോകണ്ടേ. അപ്പോ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോമിനെ പാസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് അതെന്തിനാ കണ്ടുപിടിക്കുന്നത്? ട്രെയിനിന്റെ ലെങ്ത് കിട്ടാൻ വേണ്ടിയാ. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും? എങ്ങനെ വരും? നോക്കിയേ, എങ്ങനെ വരും? ടോട്ടൽ ലെങ്ത് സ്പീഡ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡിന്റെ ടൈം അല്ലേ. സ്പീഡ് എത്രയാ? 15 ഇൻറ്റു എത്ര സമയം കൊണ്ടാണ് ഈ ഒരു പാസേജ് നടക്കുന്നത്? 30 സെക്കൻഡ് അല്ലേ. 30 15 30 എന്താ? 15 30 450 മീറ്റർ. അതായത് ഈ ഒരു ലെങ്ത് എത്രയാ? ഈ ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിനെ പാസ് ചെയ്ത് 450 മീറ്റർ ആണ്. അതായത് ഇത് ട്രെയിനിന്റെ ലെങ്ത് എന്ത് കിട്ടും? ട്രെയിനിന്റെ ലെങ്ത് ടോട്ടൽ 450. അതിൽ എത്രയാണ് പ്ലാറ്റ്ഫോമിന്റെ? 250 കുറച്ച് കളഞ്ഞാൽ പോരെ. അപ്പൊ എത്രയാണ് ട്രെയിനിന്റെ ലെങ്ത്? 200 മീറ്റർ ആണ്. ഈ 450 മീറ്റർ എന്ന് വെച്ചാൽ ഏതിന്റെയൊക്കെയാ? ട്രെയിനിന്റെയും പ്ലാറ്റ്ഫോമിന്റെയും ലെങ്താ. അതിൽ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 250. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതല്ലേ ഈ ട്രെയിനിന്റെ ലെങ്ത്. അപ്പൊ ട്രെയിനിന്റെ ലെങ്ത് എത്ര വരും? 200 വരും. അപ്പൊ നോക്കി, ടൈം എത്രയാണ് എടുക്കുന്നത് ഈ മനുഷ്യനെ കടന്നു പോവാൻ? ടൈം ഈസ് ഈക്വൽ ടു എന്താ? ട്രെയിനിന്റെ ലെങ്ത്. ഈ ആൾക്ക് എന്തെങ്കിലും ലെങ്ത് ഉണ്ടോ? ആളുടെ ലെങ്ത്, തൂണിന്റെ ലെങ്ത്, പോസ്റ്റിന്റെ ലെങ്ത് എല്ലാം നെഗ്ലിജിബിൾ ആണ്. നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ടൈം ഡിസ്റ്റൻസ് ഏത് മാത്രമേ ഉള്ളൂ? ഈ ട്രെയിനിന്റെ ലെങ്ത് മാത്രമേ ഉള്ളൂ. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എത്രയാടേ? സ്പീഡ് എത്രയാ? 15 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ ഇതിന്റെ സ്പീഡ്. അപ്പൊ എന്താ കിട്ടുന്നത് അവിടെ? ഇതൊന്ന് കട്ട് ചെയ്തേ. എന്താ വരുന്നത്? 40 ഡിവൈഡഡ് ബൈ 3 ആണല്ലോ. 40 ഡിവൈഡ് ബൈ 3 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 40 ഡിവൈഡ് ബൈ 3 കിട്ടും. 40 ഡിവൈഡഡ് ബൈ 3 എത്രയാ? 1 കിട്ടും. 1ൽ തുടങ്ങുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയേ പറ്റൂ. ബാക്കി എത്രയാ? 1 ആണ്. അപ്പൊ 10 എടുക്കണം. 10 ഡിവൈഡ് ബൈ 3 എത്ര വരും? 3 വെട്ടമേ പോവൂ, 9 വരും. ഓക്കെ. അപ്പൊ 3 സെക്കൻഡ് ഓപ്ഷനിൽ ഫസ്റ്റ് ഡിജിറ്റ് 1ഉം സെക്കൻഡ് ഡിജിറ്റ് 3ഉം വരെ എത്ര ഓപ്ഷൻ ഉണ്ട്? ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 13.33 സെക്കൻഡ്. ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. നമ്മുടെ ആൻസർ എന്ത് വരും? അപ്പോൾ 13.33 സെക്കൻഡ്സ് ആണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ ആണോ? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വാക്കിംഗ് അറ്റ് 3/4 ഓഫ് ഹിസ് യൂഷ്വൽ സ്പീഡ്. ഒരാൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്പീഡിന്റെ 3/4 സമയത്താണ് സ്പീഡിലാണ് എന്ത് ഇപ്പൊ നടക്കുന്നത്? ഒരാൾ നടന്നുകൊണ്ടിരുന്ന സ്പീഡിന്റെ ആ സ്പീഡ് എന്ത് ചെയ്തു? 3/4 ആയിട്ട് കുറച്ചു, 4 ആക്കി കുറച്ചു. അങ്ങനെയാണെങ്കിൽ എ മാൻ അല്ലെങ്കിൽ ദാറ്റ് മാൻ റീച്ചസ് ഹിസ് ഓഫീസ് 20 മിനിറ്റ് ലേറ്റ്. അത് നമുക്ക് ഓൾറെഡി അറിയാലോ. ഇപ്പൊ ഒരു സ്പീഡിൽ പൊക്കോണ്ടിരിക്കുക, എത്രയോ സമയത്തിനുള്ളിൽ ഒരു സ്ഥലത്തെത്തി. ആ സ്പീഡ് കുറച്ചാൽ എന്താ? ആ സ്ഥലത്തെത്താൻ എന്ത് ചെയ്യും? സമയം കൂടുതൽ വേണ്ടി വരും, നമ്മൾ ലേറ്റ് ആകും. ആണല്ലോ? ആണ്. അങ്ങനെയാണെങ്കിൽ യൂഷ്വൽ ടൈം കണ്ടുപിടിക്കുക. നോക്കിയേ, യൂഷ്വൽ ടൈം കണ്ടുപിടിക്കുക. ഇതിൽ ഒരു കോൺസെപ്റ്റേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, ഡിസ്റ്റൻസ് എന്താ? ദൂരം എന്താ? കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ സെയിം ആണ്. ദൂരത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? വാക്കിംഗ് അറ്റ് 3/4 ഓഫ് ഹിസ് യൂഷ്വൽ സ്പീഡ് മാൻ റീച്ചസ് ഓഫീസ് 20 മിനിറ്റ് ലേറ്റ്. അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ നിന്നും അയാൾ ഓഫീസിലേക്ക് പോവാന്നിരിക്കട്ടെ. ഈ വീടിന്റെയും ഓഫീസിനും തമ്മിലുള്ള ദൂരം എപ്പോഴെങ്കിലും മാറുമോ? ഇല്ല. വീട് കുറച്ച് ഓടിപ്പോവോ കുറച്ചോട്ട്? ഇല്ല. അല്ലെങ്കിൽ ഓഫീസ് കുറച്ച് അങ്ങോട്ട് മാറുമോ? ഇല്ല. അങ്ങനെ ഒരു കണ്ടീഷനേ ഇല്ല. ഡിസ്റ്റൻസ് എന്താ? സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിം ആയാൽ സ്പീഡ് എന്ന് പറയുന്നത് എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആയിരിക്കും. അതായത് ഇവരുടെ റേഷ്യോ എന്ത് ചെയ്യും? നേരെ തിരിഞ്ഞു വരും. സ്പീഡിന്റെ റേഷ്യോ 1:2 ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്ത് വരും? 2:1 വരും. ക്ലിയർ ആണോ? ഓക്കെ. നമുക്കിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വാക്കിംഗ് 3/4 ഓഫ് ഹിസ് യൂഷ്വൽ സ്പീഡ്. ഞാൻ ഇയാളുടെ യൂഷ്വൽ സ്പീഡ് 4 ആക്കി എടുത്തു. അപ്പോ ഇപ്പോഴത്തെ ന്യൂ സ്പീഡ് എത്രയാ? 4 × 3/4 അല്ലേ? ഈ 4ഉം 4ഉം ക്യാൻസൽ ആയി എന്ത് വരും? 3. അതായത് സ്പീഡിന്റെ റേഷ്യോ എങ്ങനെ എഴുതാം? യൂഷ്വൽ സ്പീഡും പുതിയ സ്പീഡും എങ്ങനെ എഴുതാം? ആദ്യത്തെ സ്പീഡ് 4 യൂണിറ്റ് ആണെങ്കിൽ ഇപ്പോഴത്തെ സ്പീഡ് എത്രയാ? 3 യൂണിറ്റാ. ക്ലിയർ ആണോ? ആദ്യത്തെ സ്പീഡ് 4 യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സ്പീഡ് എത്രയാ? 3 യൂണിറ്റാ. ക്ലിയർ ആണോ? ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന യൂണിറ്റ് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഈ കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ ക്യാൻസൽ ആയി പോകും. ക്ലിയർ ആണല്ലോ? അപ്പൊ ടൈം നേരെ എന്ത് വരും? 4:3 ആണ് സ്പീഡ് എങ്കിൽ ടൈം എന്ത് ചെയ്യും? നേരെ തിരിയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? നേരെ ഓപ്പോസിറ്റ് അല്ലേ വരിക? 3:4 ആണ് എന്ത് സമയത്തിന്റെ റേഷ്യോ വരുന്നത്. 3:4 ആണ് എന്ത് സമയത്തിന്റെ റേഷ്യോ വരുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ സ്പീഡ് കുറച്ചപ്പോൾ എന്തായി? 20 മിനിറ്റ് ലേറ്റ് ആയി. അത്രേ ഉള്ളൂ. ഇപ്പൊ നോക്കി, ആദ്യം 3 യൂണിറ്റ് സമയത്ത് എത്തി, പിന്നെ എന്തായി? 4 യൂണിറ്റ് സമയത്ത് എത്തിയുള്ളൂ. അപ്പൊ എന്താ ഇവിടുത്തെ വ്യത്യാസം? 1 യൂണിറ്റ് അല്ലേ? അതിന്റെ വാല്യൂ അല്ലേ കൊടുത്തിരിക്കുന്ന 20 മിനിറ്റ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 20 മിനിറ്റ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ
20 മിനിറ്റ്. അപ്പൊ യൂഷ്വൽ ടൈം എത്രയാ? 3 യൂണിറ്റ് അല്ലേ? 1 യൂണിറ്റ് 20 ആണെങ്കിൽ 3 യൂണിറ്റ് എത്രയാടേ? 3 × 20 എത്രയാ? 60 മിനിറ്റ് ആണ് യൂഷ്വൽ ടൈം. 60 മിനിറ്റ് ആണ് എന്ത്? യൂഷ്വൽ ടൈം. അപ്പോൾ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ പുതിയ സമയം എത്രയാ? 1 യൂണിറ്റിന്റെ വാല്യൂ 20 മിനിറ്റ് ആണെങ്കിൽ 4 യൂണിറ്റ് എന്താ? 4 × 20 എത്രയാ? 80 മിനിറ്റ്. പുതിയ സമയം 80 മിനിറ്റ്. സ്പീഡ് കുറച്ചപ്പോൾ എത്ര മിനിറ്റ് എടുക്കും? 50 മിനിറ്റ് എടുക്കും. സ്പീഡ് കുറയ്ക്കുന്നതിന് മുമ്പ് എത്ര മിനിറ്റ് എടുക്കത്തുള്ളായിരുന്നു? 60 മിനിറ്റ് എടുക്കത്തുള്ളായിരുന്നു. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട്. 60 മിനിറ്റ്. 60 മിനിറ്റ്. ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ? ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഓക്കെ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ കോൺസെപ്റ്റ് ഒരുപാട് വന്നിട്ടുണ്ട്, അപ്പൊ നോട്ട് ചെയ്ത് പഠിക്കാം. അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകണം. നോക്കി, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒരു ക്വസ്റ്റ്യൻ. A shopkeeper sells an article at a loss of 12%. ഓക്കെ, ഒരു കടക്കാരൻ അയാളുടെ ആർട്ടിക്കിൾ എത്ര ശതമാനം നഷ്ടത്തിലാണ് വിൽക്കുന്നത്? 12% നഷ്ടത്തിൽ വിൽക്കുക. ക്ലിയർ ആണോ? നഷ്ടത്തിൽ വിൽക്കുക. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കി, if he sold it for 180 more, അതായത് 180 രൂപയും കൂടെ കൂടുതൽ ഇട്ട് വിറ്റിരുന്നെങ്കിൽ. ക്ലിയർ ആണോ? മുമ്പേ എത്രയോ രൂപയ്ക്കാണ് വിറ്റത്. ക്ലിയർ ആണോ? അപ്പോഴെന്തായി? 12% നഷ്ടമായി. അപ്പോൾ നഷ്ടം സഹിച്ച ഒരാൾക്കും കച്ചവടം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കച്ചവടക്കാരൻ എന്ത് തീരുമാനിച്ചു? അങ്ങനെയാണെങ്കിൽ ഒരു 180 രൂപയും കൂടെ കൂട്ടാം. അപ്പൊ എന്താ സംഭവിച്ചത്? he would have gained 8%. അങ്ങനെ 180 രൂപയും കൂടെ കൂട്ടിയപ്പോ എത്ര ശതമാനം ലാഭം ഉണ്ടായി? 8% ലാഭം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. 180 കൂട്ടിയപ്പോ എന്തായി? 8% ലാഭം ഉണ്ടായി ആണല്ലോ. എത്ര കൂട്ടിയപ്പോ? 180 കൂട്ടിയപ്പോ, 180 ആഡ് ചെയ്തപ്പോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? നോക്കിയിടേ, നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം മൈൻഡിൽ ഒരു നമ്പർ ലൈൻ ആലോചിക്കുക. 0, 1, 2, 8 വരെ. ഇനി -1, -2, -12 വരെ. ഇവിടെ നോക്കി, ഈ -12 ഇയാൾ എവിടെ എത്തി? +8 എത്തി. ക്ലിയർ ആണോ? ആദ്യം -12 ആയിരുന്നത് എവിടെ എത്തി? 8 എത്തി. അപ്പൊ എത്ര ദൂരം ട്രാവൽ ചെയ്തു? -11, -10, -9, -8, ഇങ്ങനെ എവിടെ? 1, 2, 3, 4 പോയി 8 അതായത് 12 + 8 ദൂരം യാത്ര ചെയ്തു. അത് എത്രയാ? 20%. അതായത് ഈ 180 എന്ന് പറയുന്നത് എത്രയാ? ഈ 20% മുന്നോട്ട് പോകാൻ കാരണക്കാരൻ ആരാ? ഈ 180 അല്ലേ? അപ്പൊ ഈ 20% അല്ലേ ഈ 180? ആൻസർ കിട്ടിയില്ലേ? കോസ്റ്റ് പ്രൈസ് എപ്പോഴും നമ്മൾ എത്ര ശതമാനമായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക? 100% കൺസിഡർ ചെയ്യുക. അതായത് 20% എന്നത് 180 ആണെങ്കിൽ 100% എത്രയാ? അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 180. 180 എന്ന് പറയാൻ നമ്മൾ എന്താ? 20%. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? 100% എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റ് പ്രൈസ് എപ്പോഴും 100% അല്ലേ? ടോട്ടൽ ക്വാണ്ടിറ്റി, ഒറിജിനൽ ക്വാണ്ടിറ്റി നമ്മൾ എന്താ എപ്പോഴും 100% ആയിട്ടല്ലേ എടുക്കുന്നത്? നോക്കി, 20ന്റെ എത്രയാണ്? 100, 5 ആണ്. ഈ പെർസെന്റേജ് മുകളിലും താഴെ ഇല്ലേ? ഒരേപോലെ ക്യാൻസൽ ചെയ്ത് പോയില്ലേ? 180 × 5 എത്രയാ വരുന്നത്? 180 × 5 900. 900. ആൻസർ ഉണ്ടോ? ആൻസർ ഉണ്ട്. 900. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. A shopkeeper sells an article at a loss of 12%. If he അല്ലെങ്കിൽ had he എന്നെല്ലാം വരും. If he sold it for 180 rupees more, അതായത് 12% നഷ്ടത്തിൽ വിറ്റുകൊണ്ടിരുന്ന ആള് 180 രൂപയും കൂടെ കൂടുതൽ ഇട്ട് വിറ്റപ്പോൾ എന്താ സംഭവിച്ചത്? 8% ലാഭമായി. 8% ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അയാളുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായില്ല എന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞു തന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു തരാം. നോക്കി, 100% അല്ലേ എപ്പോഴും കോസ്റ്റ് പ്രൈസ്? മാറിയിട്ടെ. 100% അല്ലേ കോസ്റ്റ് പ്രൈസ് എപ്പോഴും? ആണല്ലോ. ആദ്യം എത്ര ശതമാനം നഷ്ടത്തിലാണ് വിറ്റേ? 12%. അപ്പോ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 88%-ത്തിലല്ലേ വിറ്റത്? ആണല്ലോ. ആണ്. പിന്നെ നോക്കി, എത്ര ശതമാനം ലാഭത്തിലായി? 180 കൂടെ കൂട്ടിയപ്പോ 8% ലാഭത്തിലായി. അതായത് 100%ത്തിന്റെ പ്രൊഡക്റ്റ് 108 വിറ്റു. മനസ്സിലായോ? 88 എന്തായി? 108 ആയി. എത്ര ശതമാനം കൂടി? 20% കൂടി. അത് കൂട്ടിയത് ആരാണ്?
180 രൂപയാണ് ഈ ഒരു 20% കൂടാൻ കാരണം. അപ്പോൾ 20% എന്ന് വെച്ചാൽ എന്താ 180, അങ്ങനെയാണെങ്കിൽ 100% കണ്ടുപിടിക്കാം. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ ആൻസർ? ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 60 ആൻഡ് 80? 60നും 80നും ഇടയിലുള്ള എല്ലാ പ്രൈം നമ്പേഴ്സിന്റെയും സമ്മ് കാണുക. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഒരു പ്രൈം നമ്പർ? പ്രൈം നമ്പർ എന്താ? കോമൺ അല്ലെങ്കിൽ ഫാക്ടേഴ്സ്, രണ്ട് ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സിനെയാണ് എന്ത് പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുക. രണ്ട് ഫാക്ടേഴ്സ് എന്താ? ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ആ നമ്പർ തന്നെയും മറ്റൊരു ഫാക്ടർ എന്താ 1. നോക്കിയേ 2, 3, 5, 7, 11 ഇങ്ങനെയുള്ള നമ്പേഴ്സ് എല്ലാം എന്താ പ്രൈം നമ്പേഴ്സ് ആണ്. രണ്ടിന്റെ ഫാക്ടേഴ്സ് ഘടകങ്ങൾ ഏതൊക്കെയാ? 1ഉം 2ഉം. 3ന്റെതോ 1ഉം 3ഉം. 5ന്റെതോ 1ഉം 5ഉം. ഇങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് മാത്രം വരുന്ന നമ്പേഴ്സ് ആണ് എന്ത് പ്രൈം നമ്പേഴ്സ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയുള്ള പ്രൈം നമ്പേഴ്സിന്റെ 60 മുതൽ 80 വരെയുള്ള പ്രൈം നമ്പേഴ്സിന്റെ സമ്മ് കാണാനാ, ആഡ് ചെയ്ത് കാണാനാ പറഞ്ഞിരിക്കുന്നത്. 60 മുതൽ 80 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? 61, 67, 71, 73, 79. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ മോഡൽ ക്വസ്റ്റ്യൻ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 100-നകത്ത് നിൽക്കുന്ന നമ്പേഴ്സിന്റെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 100 വരെയെങ്കിലുള്ള പ്രൈം നമ്പേഴ്സ് ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം, എന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇതിന്റെ സം എന്താ? 61 പ്ലസ് 67 പ്ലസ് 73 പ്ലസ് 79. എന്ത് പരിപാടി ഇതിന്റെ സമ്മ്? 60 പ്ലസ് 60 120 പ്ലസ് ഈ 1 വീട് അവിടെ കിടക്കട്ടെ. 70 പ്ലസ് 70 എന്താ? 140 പ്ലസ് എന്ത്? 1 പ്ലസ് 7 8, 3 പ്ലസ് 9 എത്ര വരും? 12. കഴിഞ്ഞില്ലേ? 120 പ്ലസ് 140 എന്താ? 200 എത്ര വരും? 60. 260. ഓക്കെ. 120 പ്ലസ് 140, 120 പ്ലസ് 100 ഏതെങ്കിലും നമ്പർ നമ്മൾ മിസ് ആയിട്ടുണ്ടോ? ഓക്കെ, ഒരു നമ്പർ മിസ് ആയത്, സോറി കേട്ടോ. 71 മിസ്സായേ. പ്ലസ് എന്ത്? 71 അവിടെ കിടക്കട്ടെ. 120 പ്ലസ് 140 എത്ര വരുന്നത്? 260 പ്ലസ് 8 പ്ലസ് 12 20 പ്ലസ് എന്ത്? 71. 20 പ്ലസ് 71 എത്ര വരും? 280 പ്ലസ് 71 എത്ര വരുന്നേ? 280 പ്ലസ് 70 എത്ര വരുന്നേ? 350. 350 പ്ലസ് 1 എന്താ? 351. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ആൻസർ ഇതാ ഓപ്ഷൻ 2 351 ആണ് നമ്മളുടെ ആൻസർ. അപ്പൊ ഈ മോഡൽ ക്വസ്റ്റ്യൻ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്, ഒരുപാടെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈം നമ്പേഴ്സുമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. എന്താണ് പ്രൈം നമ്പർ, എങ്ങനെയാണ് പ്രൈം നമ്പർ എന്നുള്ളത് ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് ആ പ്രൈം നമ്പേഴ്സ് 100 വരെയുള്ള പ്രൈം നമ്പേഴ്സിന്റെ എങ്കിലും ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? രണ്ട് ഫാക്ടേഴ്സ് മാത്രമുള്ള എല്ലാ നമ്പേഴ്സും എന്താ പ്രൈം നമ്പർ ആണ്. ക്ലിയർ ആണല്ലോ. എല്ലാ നമ്പറും എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സിലാണ് പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പറും വരുന്നത്. 1 മുതലുള്ള നമ്പേഴ്സ് ആണ്. 1 എന്ന് പറയുന്നത് പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. കോമ്പോസിറ്റ് നമ്പർ എന്ന് വെച്ചാൽ എന്താ? 3ഓ അതിലധികമോ ഫാക്ടേഴ്സ് ഉള്ള ഘടകങ്ങളുള്ള നമ്പറാണ് എന്ത്? കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവാലുവേറ്റ് 0.37 ബാർ പ്ലസ് 0.23 ബാർ. ഓക്കെ, ഈ ബാർ കൊടുക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക? ആ നമ്പർ അതേപോലെ എടുത്ത് എഴുതുക. 37 ഡിവൈഡഡ് ബൈ ഡെസിമലിനപ്പുറത്ത് എത്ര നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? ഇവിടെ 3 7 2 നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 വട്ടം എന്ത്? 9 കൊടുക്കുക. അത്രേ ഉള്ളൂ. പ്ലസ് എന്ത്? ഇവിടെ ഏതാ? 0.323 ബാർ അല്ലേ? അപ്പൊ 23 ഡിവൈഡഡ് ബൈ എന്ത്? ഡെസിമലിനപ്പുറത്ത്, ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2. അപ്പൊ എന്താ? 2 കഴിഞ്ഞില്ലേ? ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? 37 പ്ലസ് 23 ഡിവൈഡഡ് ബൈ 99. 37 പ്ലസ് 23 എത്രയാ? 60. 60 ഡിവൈഡഡ് ബൈ എന്ത് വരും? 99. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓപ്ഷനിൽ ഡയറക്റ്റ് ആയിട്ടാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 60 ഡിവൈഡഡ് ബൈ 99. 60 ഡിവൈഡഡ് ബൈ 99. 60 ഡിവൈഡഡ് ബൈ 99. ക്ലിയർ ആണോ? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ, അതൊന്നും ചെയ്യാനില്ല. നിങ്ങൾ ഓപ്ഷൻ കണ്ട് തന്നെ ആൻസർ അടിക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിനിടയിൽ വരും. നമ്മുടെ കഴിഞ്ഞ വട്ടത്തെ ഗ്രൂപ്പ് ഡി എക്സാം നല്ല കാൽക്കുലേറ്റീവ് ആയിരുന്നു. കോൺസെപ്റ്റ് ഒന്നും വലിയായിട്ടില്ല, പക്ഷെ കാൽക്കുലേഷൻ കൂടി എന്ന് വെച്ചാൽ ചെയ്യാനുണ്ട്. അവിടെ ഇരുന്ന് ചെയ്തെടുക്കണം. അങ്ങനെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം എല്ലാം വന്നത്.
അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വർഷം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെഷൻസ് അവസാനം വരെ കാണുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പെർസെന്റേജിന്റെ ഒരു ചോദ്യമാണ്. The price of sugar increases by 25%, by what percentage must a household reduce its consumption so that the expenditure remains unchanged? ഈ കോൺസെപ്റ്റ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താ ഇവിടെ ഉള്ളത്? ആ ഒരു പ്രൈസ് ഇതാ കൊടുത്തിട്ടുണ്ട്, ഇതാ ഒരു കൺസംഷൻ കൊടുത്തിട്ടുണ്ട്, ഇതാ ഒരു എക്സ്പെൻഡിച്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2-3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇക്വേഷൻ ഇല്ലേ? നോക്കി, എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു എന്ത്? പ്രൈസ് ഇൻടു കൺസംഷൻ ഇല്ലേ? ഈ ഇക്വേഷൻ വെച്ചല്ലേ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത് ആണല്ലോ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ പ്രൈസ് ഓഫ് ദ ഷുഗർ ഈസ് ഇൻക്രീസ്ഡ് ബൈ എന്ത്? 25%. ഒരു ഷുഗറിന്റെ പ്രൈസ് എന്ത് കൂടി? 25% കൂടി ആണല്ലോ. മുമ്പേ 100 രൂപയായിരുന്നെങ്കിൽ ഇപ്പൊ എത്രയായി? 125. അങ്ങനെയാണെങ്കിൽ ബൈ വാട്ട് പെർസെന്റേജ് മസ്റ്റ് എ ഹൗസ് ഹോൾഡ് റെഡ്യൂസ് ഇറ്റ്സ് കൺസംഷൻ? കൺസംഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഉപയോഗിക്കുന്നത് ആണല്ലോ. ഒരു വീട്ടിൽ 5 കിലോ അല്ലെങ്കിൽ 6 കിലോ പഞ്ചാര അല്ലെങ്കിൽ പഞ്ചസാര ഒരു മാസം വേണമെങ്കിൽ അതാണ് എന്ത്? കൺസംഷൻ. അതാണ് എന്ത്? കൺസംഷൻ, നമ്മുടെ ഉപയോഗം. ക്ലിയർ ആണോ? സോ ദാറ്റ് ദ എക്സ്പെൻഡിച്ചർ റിമൈൻസ്. എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താ? ചിലവ്. അതായത് പഞ്ചസാരയുടെ മുകളിൽ ചിലവാക്കുന്ന തുക എന്താവരുത്? ചേഞ്ച് ആവരുത്. അത് എന്ത് ചെയ്യണം? സെയിം ആണ്. അതായത് ഈ ഒരു മാസത്തേക്ക് ഞാൻ പഞ്ചസാരയുടെ മുകളിൽ 600 രൂപ ചിലവാക്കിയിരിക്കട്ടെ, അടുത്ത മാസവും എനിക്ക് എത്ര രൂപയെ ചിലവാക്കാൻ താല്പര്യമുള്ളൂ? 600 രൂപയെ ചിലവാക്കാൻ താല്പര്യമുള്ളൂ. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? പ്രൈസ് കൂടി, വില കൂടി. വില എത്ര കൂടി? 25% കൂടി. വില കൂടി. ഞാൻ എക്സ്പെൻഡിച്ചർ പഞ്ചസാരയുടെ മുകളിൽ ചിലവാക്കാൻ പോകുന്ന തുക ഞാൻ മാറ്റാൻ എനിക്ക് ഉദ്ദേശമില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗം കുറയ്ക്കണ്ടേ? അതല്ലേ ചെയ്യേണ്ടത് ആണല്ലോ. അപ്പൊ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നാൽ പ്രൈസ് എങ്ങനെ മാറും? പ്രൈസ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ത്? കൺസംഷൻ. പ്രൈസ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കൺസംഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ പറഞ്ഞല്ലോ, സ്പീഡ് ഇൻടു ടൈം. അതേ മോഡൽ തന്നെയാണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയാലും എന്താ? സ്പീഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. ഇത് തന്നെയാ. ഒരു സൈഡ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തിരിഞ്ഞു വരും. അത്രേ ഉള്ളൂ. നോക്കി, അപ്പോൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്? പ്രൈസ് എന്താ? എത്ര കൂടി? 25% എന്ത് കൂടി? 25% എന്താ? 1/4 അല്ലേ? 4 ആയിരുന്നത് എന്തായി? 1 കൂടി 5 ആയി. അല്ലെങ്കിൽ നോക്കി, 100% വന്നിരിക്കട്ടെ, എത്രയായിപ്പോ? 125%. ഇത് കട്ട് ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടുന്നത്? 25 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നത്? 4:5 അല്ലേ കിട്ടുന്നത്. അത് ഞാൻ ഈ റേഷ്യോയിൽ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഈ കൺസംഷൻ എന്താവണം? നേരെ തിരിഞ്ഞു വരണം. 5 ആയിരുന്നത് എന്താവണം? 4 ആവണം. ഇത്രേ ഉള്ളൂ. നോക്കി, അപ്പോ by what percentage must a household reduce its consumption so that the expenditure remains unchanged? ഇപ്പൊ കൺസംഷൻ എത്ര കുറയ്ക്കണോടെ ഒന്ന് പറഞ്ഞേ. കൺസംഷൻ കൺസ്യൂം ചെയ്യുന്നത് എത്ര കുറയ്ക്കണം? 5 ആയിരുന്നു കൺസംഷൻ എങ്കിൽ ഇപ്പൊ എത്രയാക്കണം? 4 ആക്കണം. എത്ര കുറഞ്ഞു? 1 കുറഞ്ഞു. എത്ര നിന്നാണ് 1 കുറഞ്ഞത്? 5 നിന്നാണ് 1 കുറഞ്ഞത്. അതായത് എത്ര കുറച്ചു? 1/5 into പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എത്രയാ? 100%. എത്ര ആൻസർ വരുന്നത്? 20% ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? 5 യൂണിറ്റ് ആയിരുന്നു കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. 5 കിലോ ആയിക്കോട്ടെ, 50 കിലോ ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ, നമ്മുടെ പ്രശ്നമല്ല. 5 യൂണിറ്റ് ആയിരുന്നു ഇത്രയും നാളെന്ത് പഞ്ചാര എടുത്തുകൊണ്ടിരുന്നത്. അതെന്തായി? 4 യൂണിറ്റ് ആയി. എന്താ കാരണം? വില കൂടിയത് കൊണ്ട് ആണല്ലോ. അപ്പൊ എത്ര യൂണിറ്റ് കുറഞ്ഞു? എത്ര യൂണിറ്റ് ആണ് കൺസംഷൻ? നമ്മൾ ഉപയോഗം കുറച്ചത് 1 യൂണിറ്റ്. എത്ര നിന്നാണ് കുറച്ചത്? 5 നിന്ന്. അപ്പൊ 1/5 ഇൻടു എന്ത്? പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇൻടു 100%. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 20%. 20% ആണ് എന്ത്? നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഈ മോഡൽ ക്ലിയർ ആണല്ലോ ഇവിടെ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഓപ്ഷൻസ് ഇല്ല കേട്ടോ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ദ ആവറേജ് ഏജ് ഓഫ് ഓപ്ഷൻസ് എങ്ങനെയാണെങ്കിൽ ഞാൻ തരാം. 25, 32, 33 and 39. 33 and 39. ഓക്കെ, ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3, ഓപ്ഷൻ 4. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കി. The average age of a team of 10 players is 22.
10 പ്ലേയേഴ്സ് അടങ്ങുന്ന ടീമിന്റെ ആവറേജ് എത്രയാ? 22 വയസ്സ്. അതായത് ആ 10 പ്ലേയേഴ്സിന്റെയും 10 കളിക്കാരുടെയും ഈ ഒരു എന്താ ആ പ്രായത്തിന്റെ സം എടുക്കും, പ്രായങ്ങളെല്ലാം കൂട്ടും, എന്നിട്ട് ഡിവൈഡ് ബൈ ചെയ്യും 10. അതിന്റെ ആവറേജ് എന്താ? സം ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ. പിന്നെ എന്താ സംഭവിച്ചത്? when the കോച്ചിന്റെ ഏജ് ഈസ് ഇൻക്ലൂഡഡ്, when the coach's age is included, the average is increased by the 1 year. അപ്പൊ 10 എന്നുള്ള എന്തായി? കോച്ചുകൾ വന്നപ്പോ എന്തായി? 11 ആൾക്കാരായി. അപ്പൊ എന്തായി? ആവറേജ് എന്ത് കൂടി? ഒരു വർഷം കൂടി. അതായത് 22 എന്തായി? 23 വർഷമായി. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഏജ്, കോച്ചിന്റെ ഏജ് കണ്ടുപിടിക്കാം, ഡീവിയേഷൻ വഴി ചെയ്യാം. നോക്കിയിടേ, കോച്ച് വന്നു, എത്രയാണ് കൂടിയത് ആവറേജ്? 1 കൂടി ആവറേജില്. കോച്ച് വന്നപ്പോ എത്ര കൂടി? 1 കൂടി ആവറേജിൽ. എത്ര കൂടി? 1 കൂടി. ക്ലിയർ ആണല്ലോ? 1 കൂടി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ വരുന്ന കോച്ചിന് എന്തായാലും 23 വേണ്ടേ? കയ്യിൽ 23 കൊണ്ടല്ലേ വരാൻ പറ്റൂ. അതായത് 23 ആവാൻ പോകുന്ന ഗ്രൂപ്പിലേക്കല്ലേ ഈ കോച്ച് വരുന്നത്. 23 എന്തായാലും കയ്യിൽ വേണം. പിന്നെ എന്ത് വേണം? ഈ 10 പേർക്കും എന്ത് കൊടുക്കണം? 1 വീതം കൊടുക്കണം. ക്ലിയർ ആണോ? 10 പേർക്കും 1 കൊടുത്താലല്ലേ മൊത്തത്തിൽ 1 കൂടും. ആണല്ലോ. 10 പേരുടെ ഏജിലും എന്ത് കൂട്ടണം? 1 ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കണം. അത് ആര് കൊണ്ടുവരണം? കോച്ച് കൊണ്ടുവരണം. അപ്പൊ എത്ര കൊണ്ടുവരണം? 10 പേർക്കും 1 കൊടുക്കണം. മൊത്തം എത്ര കൊണ്ടുവരണം? 10 കൊണ്ടുവരണം. 23 കയ്യിൽ കാണണം, 10 കൊണ്ടുവരണം. 23 പ്ലസ് 10 എത്രയാ? 33 ആണ് കോച്ചിന്റെ ഏജ്. കോച്ചിന്റെ പ്രായം എത്രയാ? 33 വയസ്സ്. ക്ലിയർ ആണോ? ഓപ്ഷൻ ഉണ്ടോ? മൂന്നാമത്തെ ഓപ്ഷൻ ആൻസർ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ? സം എടുക്കുക. സം ഈസ് ഈക്വൽ ടു എന്താ? ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഓക്കെ. ഇപ്പൊ 10 × 22 എന്താ? 220. പിള്ളേര് മാത്രമുള്ളപ്പോ, പ്ലേയേഴ്സ് മാത്രമുള്ളപ്പോ, കോച്ച് വന്നപ്പോ എന്താ? 11 ഇൻറ്റു നമ്പർ ഇൻറ്റു ആവറേജ്. 11 × 23 എത്ര കിട്ടും? 253. എത്ര കൂടി? 33 കൂടി. ധാരാ കൂട്ടിയത്? ഈ കൂടാൻ കാരണം ആരാ? ആരുടെ ഏജ് കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്? കോച്ചിന്റെ ഏജ് കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ കൂടുതൽ വന്നത്. ഓക്കെ. ക്ലിയർ ആണല്ലോ? ആവറേജ് ക്വസ്റ്റ്യൻ ആണ്. ഡീവിയേഷൻ വഴി നമുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ആവറേജ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡീവിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. The area of a triangle is 61.5 meter square. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 61.5 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ. If one of its side is in the 12.3. ഒരു സൈഡ് എന്താ? 12.3 ആണ്. ഒരു ട്രയാങ്കിൾ ഞാൻ വരയ്ക്കാം ഇവിടെ. ഒരു സൈഡ് എന്താ? 12.3 മീറ്റർ ആണ്. 3 മീറ്റർ ആണ്. Find the length of the perpendicular dropped on that side from the opposite vertex. Okay. Length of the perpendicular dropped on that side. ഏതാ ഈ സൈഡ് എന്ന് പറയുന്നത്? ദാ ഈ പറഞ്ഞിരിക്കുന്ന സൈഡ് ആണ്. ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന സൈഡ്. ഈ സൈഡിലേക്ക് എന്ത് ഡ്രോപ്പ് ചെയ്യുന്നു? നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വെർട്ടെക്സ്. അത് ഇതല്ലേ? ഈ സൈഡിന് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വെർട്ടെക്സ് ഇതല്ലേ? ഇതിൽ എന്ത് ചെയ്യുന്നു? ഒരു പെർപെൻഡിക്കുലർ അങ്ങ് ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എത്രയാണ്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. The area of a triangle is 61.5 meter square. If one of its side is 12.3 meter. അതായത് ഒരു സൈഡിന്റെ കാര്യം പറയുന്നുണ്ട് 12.3 മീറ്റർ. Find the length of the perpendicular dropped on that side. അങ്ങനെയാണെങ്കിൽ ആ സൈഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ ഡ്രോപ്പ് ചെയ്ത എന്ത്? പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഒന്നുമില്ല. ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ? നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. പെർപെൻഡിക്കുലർ ബേസ് ഒക്കെ വരുമ്പോ ഏരിയ എന്ത് വരും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇത്രയേ ഉള്ളൂ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ വരുന്നേ? എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? 61.5 മീറ്റർ. അതായത് 61.5 മീറ്റർ സ്ക്വയർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എന്താ? ഈ 12.3. അവിടെ വന്ന ഹൈറ്റ് എന്താ? h. അതായത് കണ്ടുപിടിക്കേണ്ടത് അതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. 12.3 ഇൻറ്റു 5 ആണ് എന്ത്? 61.5. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ. 3ൽ അവസാനിക്കുന്ന ഒരു നമ്പർ ആണിത്. ആണല്ലോ? 3ൽ അവസാനിക്കുന്ന നമ്പറാണ്. ഇതെന്താ? 5ൽ അവസാനിക്കുന്ന നമ്പർ. അപ്പൊ 123 ഇൻറ്റു 5 ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 61.5 കിട്ടും. ഇങ്ങനെ ഗസ് ചെയ്യാനേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് സമയം പോകും. വെറുതെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യരുത്. നോക്കി. അപ്പൊ ഹൈറ്റ് എന്ത് വരും? 5 ഇൻറ്റു ഇതപ്പുറത്തും എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. 5 ഇൻറ്റു എന്താ? 10 മീറ്റർ ആണ് ഇത് ഹൈറ്റ് വരിക.
വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, ഒന്നുമില്ല. ഈ ഒരു ലൈൻ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന കാര്യമുള്ളൂ. നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് മാത്രം ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. For a trip of 600 km, ഓക്കെ, ടൈം സ്പീഡ് ഡിസ്റ്റൻസിന്റെ ഒരു ചോദ്യമാണ്. ഒരുപാട് വട്ടം ഗ്രൂപ്പ് ഡി നമ്മൾ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് വട്ടം ഇങ്ങനെയുള്ള പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. For a trip of 600 km, a truck travels the first 300 km at a speed of 40 km per hour. ഒരു ട്രിപ്പ്, എന്താ ആ ട്രിപ്പിന്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ലെങ്ത് എത്രയാ, എത്ര ദൂരമാണ് ഈ ട്രിപ്പ് പോകുന്നത്? 600 കിലോമീറ്റർ ആണ്. എന്ത് 600 കിലോമീറ്റർ ആണ് ഈ ട്രിപ്പ് പോകുന്നത്. അതിൽ എന്ത് സംഭവിച്ചു? A truck travels the first 300 kilometer. ആദ്യത്തെ 300 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. എത്ര സ്പീഡിൽ? 40 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ. ക്ലിയർ ആണോ? ആദ്യത്തെ 300 കിലോമീറ്റർ 40 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ട്രാവൽ ചെയ്തു. ഇനി നോക്കി, at what speed should it cover the remaining distance? എത്ര ദൂരം ഇനി ബാക്കിയുണ്ട്? 300 കിലോമീറ്റർ ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ so that the average speed is എന്ത്? 70 കിലോമീറ്റർ പെർ അവർ. ഈ ടോട്ടൽ എൻറ്റയർ ജേർണിയുടെ ആവറേജ് സ്പീഡ് എന്താ? 70 കിലോമീറ്റർ പെർ അവർ ആണ്. ക്ലിയർ ആണോ? ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ഇവിടെ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഈ ഡിസ്റ്റൻസ് എന്താ? സെയിം ആണ്. ഇങ്ങനെ ഡിസ്റ്റൻസ് സെയിം ആയാൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 2 into സ്പീഡ് 1 into സ്പീഡ് 2 ഡിവൈഡഡ് ബൈ എന്ത്? സ്പീഡ് 1 പ്ലസ് സ്പീഡ് 2. ഇത്രയേ ഉള്ളൂ. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ, ആദ്യത്തെ സ്പീഡ് x ആണ്, രണ്ടാമത്തെ സ്പീഡ് y ആണ് എങ്കിൽ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2xy ഡിവൈഡഡ് ബൈ എന്ത്? x plus y. 2xy ഡിവൈഡഡ് ബൈ x plus y. ഇവിടെ ആദ്യത്തെ സ്പീഡ് എന്താ? 40. രണ്ടാമത്തെ സ്പീഡ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ആണല്ലോ. ആവറേജ് സ്പീഡ് തന്നിട്ടുണ്ട് എത്ര? 70. എങ്ങനെ കണ്ടുപിടിക്കാം? 70 ഈക്വൽ ടു 2 ഇൻറ്റു ആദ്യത്തെ സ്പീഡ് എന്താ? 40 ഇൻറ്റു y ഡിവൈഡഡ് ബൈ എന്ത്? 40 പ്ലസ് എന്ത്? 40 പ്ലസ് y. നോക്കി, ഈ മുകളിൽ കിടക്കുന്നത് ഈ താഴെ പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവില്ലേ? അപ്പൊ 70/2 ഇൻറ്റു 40 ഇൻറ്റു y എന്നാവില്ലേ? എന്തിനാ വെറുതെ അവിടെ കട്ട് ചെയ്യുന്നത്? ഇവിടെ തന്നെ വെച്ച് കട്ട് ചെയ്തുകൂടെ? നമുക്ക് 0 പോയില്ലേ? ഒരു സ്റ്റെപ്പ് കുറഞ്ഞില്ലേ? ഇപ്പോൾ എന്താ വരുന്നത്? 7 ഇൻറ്റു ക്രോസ് ചെയ്തു ആണല്ലോ. 40 പ്ലസ് y ഈക്വൽ ടു എന്ത്? 2 ഇൻറ്റു 4 ഇൻറ്റു y. കഴിഞ്ഞല്ലോ. മുകളിലത്തെ ഒന്ന് വായിക്കണേ. ഓക്കെ, നോക്കി, 7 ഇൻറ്റു 40 എത്രയുടെ? 280 പ്ലസ് 7 ഇൻറ്റു y എന്താ? 7y ഈക്വൽ ടു എന്ത്? 8y. ഈ 7y എന്ത് ചെയ്യാ? ഇപ്പുറത്ത് കൊണ്ടുപോവാ. അപ്പൊ 8y മൈനസ് 7y എന്ന് വരില്ലേ? 8y മൈനസ് 7y എന്താ? y ഈക്വൽ ടു എന്ത് കിട്ടി? 280. y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 200. y ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത് ഇവിടെ? 280 എന്താ? കിലോമീറ്റർ പെർ അവർ. 280 കിലോമീറ്റർ പെർ അവർ. 280 കിലോമീറ്റർ പെർ അവർ ആണ് എന്ത്? നമ്മളുടെ ആൻസർ. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? 2xy ഡിവൈഡഡ് ബൈ x plus y ആണ് എന്ത്? x plus y ആണ് എന്ത് വരിക? ഓക്കെ, ഇക്വേഷൻ വരിക 2 ഇൻറ്റു ആവറേജ് സ്പീഡ് വന്നിട്ടുണ്ട് 70. 70 ഈക്വൽ ടു എന്ത്? 2 ഇൻറ്റു 40 ഇൻറ്റു y ഡിവൈഡഡ് ബൈ 40 പ്ലസ് y. ആ 0 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ എന്ത് വന്നു? 7 into 40 plus y is equal to 2 into 4 into y. കഴിഞ്ഞു. അപ്പൊ 280 plus 7y is equal to 8y. അപ്പൊ y എന്ത് കിട്ടും? 280 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ ആൻസർ ഉണ്ട് 280. ഓക്കെ, ഇക്വേഷൻ മാർക്കരുത്. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ മറന്നു വെറുതെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഓക്കെ, ജോമെട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത്? ഇൻ എ ക്വാഡ്രിലാറ്ററൽ PQRS, ഒരു ക്വാഡ്രിലാറ്ററൽ PQRS ആണ്. PQRS എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. The bisectors of an angle R and angle S meet at the point T. ഓക്കെ, നമുക്കത് വരച്ച് തന്നെ പോവാം. അതായിരിക്കും നമുക്ക് നല്ലത്. വരച്ച് തന്നെ പോവാം. ഓക്കെ, ഇനി ക്വാഡ്രിലാറ്ററൽ PQRS ഞാൻ സൈഡിലേക്ക് വരയ്ക്കുകയാണ്. ഇതാ ഒരു ക്വാഡ്രിലാറ്ററൽ PQRS. എന്താ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് അതുകൊണ്ട് എന്ത് ഷേപ്പ് വരയ്ക്കാം? PQRS. PQRS
RS in a quadrilateral PQRS. The bisectors of angle R and angle S. Bisectors, ഈ angle S ന്റെ bisectorum R ന്റെ bisectorum എന്ത് സംഭവിച്ചു? Meet at T യിൽ കൂട്ടിമുട്ടി. Inside the quadrilateral. At angle STR, ഇവിടെ ഫോം ചെയ്ത angle STR എന്ന് പറയുന്നത് എന്താ? 13.5 ഡിഗ്രി ആണ്. If the ratio of angle P to angle Q, അതായത് angle P is to angle Q is equal to എന്താ? 4:5 ആണ്. Angle P is to angle Q എന്താ? 4:5 ആണ്. അങ്ങനെയാണെങ്കിൽ then what is the difference between the measures of angle Q and R? അങ്ങനെയാണെങ്കിൽ what is the difference between the measures of angle Q and R? Angle Q ന്റെ R ന്റെ measures ആംഗിളിന്റെ മെഷറിന്റെ ഡിഫറൻസ് എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണോ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ Q മൈനസ് ആംഗിൾ P ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കേ, ക്ലിയർ ആണല്ലേ? ഒറ്റ ഇക്വേഷൻ മാത്രം പറഞ്ഞാൽ മതി. ആംഗിൾ P പ്ലസ് ആംഗിൾ Q ഈ കണ്ടീഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ബൈസെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളിന്റെ ബൈസെക്ടേഴ്സ് ഒന്ന് മീറ്റ് ചെയ്യുന്ന ഈ ആംഗിളിന്റെയും ഈ ഒരു ഓപ്പോസിറ്റ് ഇവിടെ കിടക്കുന്ന ആംഗിളിന്റെയും ഒരു തിയറം മാത്രം പറഞ്ഞാൽ മതി. ആംഗിൾ ഈ രണ്ട് ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംഗിൾ P പ്ലസ് ആംഗിൾ Q എന്തായിരിക്കും? ആംഗിൾ P പ്ലസ് ആംഗിൾ Q ഈസ് ഈക്വൽ ടു 2 into ആംഗിൾ STR. ഇവിടെ ഫോം ചെയ്ത ആംഗിളിന്റെ ഇരട്ടിയാണ് ഈ രണ്ട് ആംഗിളിന്റെ സം. ഇത് മാത്രം പറഞ്ഞാൽ മതി. ആംഗിൾ Q പ്ലസ് ആംഗിൾ ആംഗിൾ P പ്ലസ് ആംഗിൾ Q എന്താ? ആംഗിൾ P എന്ന് വെച്ചാൽ 4 യൂണിറ്റ്, ആംഗിൾ Q എന്ന് വെച്ചാൽ 5 യൂണിറ്റ്. 4 + 5 എന്താ? 9 യൂണിറ്റ്. 9 യൂണിറ്റോ എക്സോ വൈ എന്തോ വേണം 9, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ എഴുതാൻ മതി 9 ഒരു ക്വാണ്ടിറ്റി ആണെന്ന് മാത്രം മൈൻഡിൽ എഴുതാൻ മതി. 9 യൂണിറ്റ് ഈക്വൽ ടു എന്ത്? 2 into ആംഗിൾ STR. 2 into ആംഗിൾ STR എന്താ? 13.5. അപ്പോൾ 9 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? 2 into 13.5 എന്ത് വരും? 2 into 13.5 27 ഡിഗ്രി. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 27.9 അല്ലേ? 3 ഡിഗ്രിയാണ് ഒരു യൂണിറ്റ് വരിക. ഒരു യൂണിറ്റ് എന്താ? 3 ഡിഗ്രി. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഇപ്പൊ കണ്ടുപിടിച്ചു തരാം. ആംഗിൾ Q മൈനസ് ആംഗിൾ P അല്ലേ? ആണല്ലോ. ഒരു യൂണിറ്റ് 3 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ P എത്ര യൂണിറ്റാ? 4 യൂണിറ്റ് എത്ര ഡിഗ്രിയാ? 4 into 3 അല്ലേ? 4 into 3 അല്ലേ? ഒരു യൂണിറ്റ് 3 ഡിഗ്രി. അപ്പൊ 4 യൂണിറ്റ് എന്താ? 4 into 3 12 ഡിഗ്രി. 12 ഡിഗ്രി. അല്ലെങ്കിൽ 5 യൂണിറ്റ് എന്താ? 5 into 3 15 ഡിഗ്രി. ഡിഫറൻസ് എത്രയാ? Q മൈനസ് P 15 മൈനസ് 12 3 ഡിഗ്രി. അല്ലെങ്കിൽ എന്താ? Q മൈനസ് P യുടെ യൂണിറ്റ് ഡിഫറൻസ് കണ്ടുപിടിക്കാം. Q എത്ര യൂണിറ്റ്? 5. ഇനി P എത്ര യൂണിറ്റ്? 4. 5 മൈനസ് 4 എത്ര? ഒരു യൂണിറ്റ് അല്ലേ? ഒരു യൂണിറ്റ് വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചില്ലേ? എത്ര ഡിഗ്രിയാ? 3 ഡിഗ്രി. ഒരു യൂണിറ്റ് എത്രയാ? 3 ഡിഗ്രി. ക്ലിയർ ആണോ? ഇനി അല്ല, ആംഗിൾ P കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാ? ഒരു യൂണിറ്റ് 3 ഡിഗ്രിയാണ്. 4 into 3 ചെയ്യാ 12 ഡിഗ്രി. ആംഗിൾ Q കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ? 5. ഒരു യൂണിറ്റ് 3 ഡിഗ്രിയാണ്. 5 into 3 എന്താ? 15 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോവാം. A 5-digit number 761XY is divisible by 90. Then find x plus y. അങ്ങനെയാണെങ്കിൽ x plus y എത്രയാണ്? ഡിവിസിബിലിറ്റി റൂൾ അറിയാമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ 90ന്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ എന്തായാലും ആരും പഠിച്ചിരിക്കില്ല. പക്ഷെ ഈ നമ്പറിനെ നമ്മൾക്ക് അറിയാവുന്ന റൂളിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 90 എന്ന് പറയുന്നത് 9 into 10 അല്ലേ? 9ന്റെയും 10ന്റെയും ഡിവിസിബിലിറ്റി റൂൾ നമുക്ക് എന്തായാലും അറിയാം. 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ? ഡിജിറ്റൽ സം അല്ലെങ്കിൽ സം ഓഫ് ദ ഡിജിറ്റ്സ് എന്തായിരിക്കണം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അത്രേ ഉള്ളൂ. 10ന്റെ എന്താ? ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? നോക്കി, നമ്മുടെ നമ്പർ 761XY ലാസ്റ്റ് ഡിജിറ്റ് എന്താ? എപ്പോഴും 0. എന്തുകൊണ്ടാ? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെങ്കിൽ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പൊ y is equal to എന്ത് കിട്ടി? 0 കിട്ടി. ഇനി ബാക്കി നോക്കി, 761x 0 ഡിവൈഡഡ് ബൈ എന്ത്? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റാം. അങ്ങനെയാണെങ്കിൽ x ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കി, എന്താ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കേണ്ടത്? 7 plus 6 plus 1 plus 0 plus x. ഓക്കേ, 7 plus 1 അല്ലെങ്കിൽ 6 plus 1 എന്താ? 7. 7 plus 7 എന്താ? 14 plus 0 ആഡ് ചെയ്യണോ? വേണ്ട. x എന്ത് ചെയ്യണം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ x ന്റെ വാല്യൂ എന്താ? സിംഗിൾ ഡിജിറ്റ് ആൻസർ വരൂ. x എന്ന് പറയുന്നത് സിംഗിൾ ഡിജിറ്റേ വരൂ. അപ്പോൾ എന്ത് നമുക്ക് കൊടുക്കാം? 1 കൊടുക്കാൻ പറ്റുമോ? 14 plus 1 എന്താ? 14 plus 1 എന്താ വരുന്നേ? 15. 15നെ 9 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 14 plus 2 എത്രയാ? 16. ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 14 plus 3 എത്രയാ? ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല.
14 പ്ലസ് 4 എത്രയാ 18. ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പൊ x ഈസ് ഈക്വൽ ടു എന്താ 4. y കിട്ടി 0, x എന്ത് കിട്ടി 4. അപ്പൊ x പ്ലസ് y എന്ത് വരും? 4 പ്ലസ് 0 എന്താ 4 തന്നെയാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ 4. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇപ്പൊ നിങ്ങൾക്ക് 72 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. 72 എന്ന് പറഞ്ഞാൽ എന്താ 8 × 9 അല്ലേ? അപ്പൊ 8ന്റെയും 9ന്റെയും ഡിവിസിബിലിറ്റി റൂൾ നിങ്ങൾക്ക് അറിയാലോ? അറിയാം. അതേപോലെ 66 ചോദിച്ചാൽ എന്ത് ചെയ്യുക? 66 ചോദിച്ചാൽ എന്താ 6ന്റെയും 11ന്റെയും ഡിവിസിബിലിറ്റി റൂൾ നോക്കുക. 6ന്റെ എങ്ങനെയാ 2ന്റെയും 3ന്റെയും നോക്കുക. അത്രേ ഉള്ളൂ. ഇനി 88ന്റെ ചോദിച്ചാലോ 8ന്റെയും 11ന്റെയും നോക്കുക. ക്ലിയർ ആണോ? എത്ര നമ്പർ ചോദിച്ചാലും പാനിക് ആവരുത്. നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടില്ല എന്നൊരു റീസൺ പറയരുത്. ഇപ്പോൾ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. നമ്പറിനെ കമ്പോണന്റിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഓക്കെ, നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോവാം. സമയം കളയണ്ട. അടുത്ത ദിവസം നോക്കി. A cylindrical water tank has a diameter of 2.8 meter. A cylindrical water tank has a diameter of 2.8 meter. അതായത് ഒരു cylindrical water tank. Cylindrical ഒരു water tank. അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താ? ഈ ഒരു ലെങ്ത് അല്ലേ? ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താ? ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താ? 2.8 meter ആണ്. 2.8 meter. Okay. And the height, ഈ ഒരു സിലിണ്ടറിന്റെ ഹൈറ്റ് എത്രയാ? 3.5 meter ആണ്. ക്ലിയർ ആണോ? ഈ സിലിണ്ടർ ഡയമീറ്റർ 2.8 meter ആണ്. ഹൈറ്റ് എന്താ? 3.5 meter ആണ്. It is to be painted on both its outer curved surface and two circular ends. അതായത് ഈ ഒരു ചുറ്റളവും പെയിന്റ് ചെയ്യണം. ഈ മുകളിലുള്ള മുകളിലും താഴെയുള്ള സർക്കിൾസും പെയിന്റ് ചെയ്യണം. അപ്പൊ എന്ത് വന്നു? ഏത് വന്നു? ടോട്ടൽ സർഫസ് ഏരിയ വന്നു. ടോട്ടൽ സർഫസ് ഏരിയ എന്ത് പെയിന്റ് ചെയ്യണം. പിന്നെ ഏതെങ്കിലും സർഫസ് ഉണ്ടോ അതിനകത്ത്? ഇല്ല. ഇഫ് ദ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് ഈസ് 25 per meter square, 1 meter square പെയിന്റ് ചെയ്യാൻ എത്ര രൂപയാണ്? 25 രൂപ. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തത്തിൽ പെയിന്റ് അടിക്കാൻ എത്ര രൂപയാവും? ഈ ടാങ്ക് മൊത്തം പെയിന്റ് അടിക്കാൻ എത്ര രൂപയാവും? ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. A cylindrical water tank has a diameter of 2.8 meter. ഒരു സിലിണ്ടറിക്കൽ വാട്ടർ ടാങ്കിന് 2.8 മീറ്റർ ഡയമീറ്റർ ആണുള്ളത്. ക്ലിയർ ആണല്ലോ? ആൻഡ് എ ഹൈറ്റ് ഓഫ് 3.5 മീറ്റർ. ഹൈറ്റ് എത്രയാ? സിലിണ്ടറിന്റെ ടാങ്കിന്റെ 3.5 മീറ്റർ ആണ്. ഫസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് ടു ബി പെയിന്റഡ് ഓൺ ബോത്ത് ഔട്ടർ കർവ്ഡ് സർഫസ് ഏരിയ. ഈ വെളിയിലും പെയിന്റ് അടിക്കണം. നോക്കി, ഈ വെളിയിലും പെയിന്റ് അടിക്കണം. ഈ ചുറ്റിലുള്ളതും പെയിന്റ് അടിക്കണം. അതേപോലെ എന്ത് മുകളിലും താഴെയും പെയിന്റ് അടിക്കണം. Okay. If the cost of painting is 25 per meter square, find the total cost of painting the tank. 1 meter square പെയിന്റ് അടിക്കാൻ 25 രൂപയാണെങ്കിൽ മൊത്തം ടാങ്ക് പെയിന്റ് അടിക്കാൻ എത്ര രൂപയാണ്? ഓക്കേ, അതിനു മുമ്പേ നമുക്ക് എന്താ വേണ്ടത്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ എന്താ? 2πr into h plus r. അത്രേ ഉള്ളൂ. 2πr into h plus r. ഇക്വേഷൻ അറിയാൻ എന്തായി? ആൻസർ ആയി. ഇത്രയും ഏരിയ പെയിന്റ് അടിക്കാൻ എത്ര രൂപയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും ഏരിയ ഉണ്ട്. ഒരു ഏരിയക്ക് എത്ര? 25 രൂപ. അപ്പോ ഇത്രയും ഏരിയക്ക് എന്താ? അതേ ഇൻറ്റു 1 മീറ്റർ സ്ക്വയർ 25 രൂപയാണെങ്കിൽ ഈ കിട്ടുന്ന മീറ്റർ സ്ക്വയറിന് എത്ര? ആ മീറ്റർ സ്ക്വയർ ഇൻറ്റു ആ ഏരിയ ഇൻറ്റു 25 ചെയ്താൽ പോരെ. 25നെ ഞാൻ എങ്ങനെ എഴുതി? 100/4 എന്ന് എഴുതി. 100/4 25 തന്നെയല്ലേ? അത് കിടക്കട്ടെ. അപ്പൊ എന്താ എഴുതേണ്ടത്? 2 ഇൻറ്റു പൈയുടെ വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പൈയുടെ വാല്യൂ എന്തെടുക്കണം? 22/7 ഇൻറ്റു r എന്താ? റേഡിയസ് എന്താ? നമ്മളിവിടെ പറഞ്ഞില്ല. ഡയമീറ്റർ എന്താ? 2.8 ആണ്. അപ്പൊ റേഡിയസ് എന്താ? ഡയമീറ്ററിന്റെ പകുതിയല്ലേ? 2.8/2 എന്താ? 1.4 അല്ലേ? ആണല്ലോ, ആണ്. ഇൻറ്റു 1.4 ബ്രാക്കറ്റിൽ എന്താ? h പ്ലസ് r. ഹൈറ്റ് എന്താ? 3.5 പ്ലസ് 1.4 ഇൻറ്റു എന്ത്? നമ്മൾ ആ കോസ്റ്റിനെ 100/4 എന്ന് എഴുതി. കട്ട് ചെയ്ത് കളയാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ അങ്ങനെ എഴുതിയത്. 25 എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. കട്ട് ചെയ്ത് കളയാനുള്ള എളുപ്പത്തിനാണ് അങ്ങനെ എഴുതിയത്. നിങ്ങൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ ഈ ഡെസിമൽ കണ്ട് പേടിച്ച് പോകരുത്. ഇതൊന്നുമില്ല. കട്ട് ചെയ്ത് പോകുന്ന വാല്യൂസ് ഇതിൽ കാണും. ഒന്ന് ചെയ്തു നോക്കുക. ഒരു 10-20 സെക്കൻഡ് എന്ത് ചെയ്യുക? അതും ചെയ്തു നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഓക്കെ, ഈ 7 ഓക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. 22 ഇൻറ്റു 2 ഇൻറ്റു 22/7 ഇൻറ്റു 1.4 ഇൻറ്റു എന്ത് വരും? 3.5 പ്ലസ് 1.4 എന്താണ് വരുന്നത്? 4.9 ഇൻറ്റു 100/4. ഇത്രയേ ഉള്ളൂ. 7 ഇൻറ്റു 7 എന്താ? 49 അല്ലേ? അപ്പൊ 7 ഇൻറ്റു 0.7 അല്ലേ? 4.9 ആണല്ലോ. ഒരു ഡെസിമൽ പ്ലേസിംഗ് മാറ്റിയെടുത്താൽ പോരെ? മതി. ഓക്കെ, ഇനി എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ? നമുക്ക് ഇനി എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ?
എന്തെങ്കിലും കട്ട് ചെയ്യാനുള്ളൂടെ? കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 100 മാറ്റാതിരിക്കുക. കാരണം വെച്ചാൽ എന്താ, ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ആണുള്ളത്. അത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ 100 അതേപോലെ നിർത്തേണ്ട ആവശ്യമുണ്ട്. 100 കട്ട് ചെയ്ത് കളയരുത്, പെട്ടെന്ന് ഈ 100 4 കട്ട് ചെയ്ത് കളയരുത്. അങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ 25 ഇട്ടാ മതിയായിരുന്നല്ലോ നമുക്ക്. 4 22 കട്ട് ചെയ്തു, എന്താ 11. ഇവിടെ എന്താ 2 2 കട്ട് ചെയ്ത് പോയി. ബാക്കി എന്ത് വന്നു? 11 ഇൻറ്റു 1.4 ഇൻറ്റു 0.7 ഇൻറ്റു 100 കഴിഞ്ഞു. ഈ 2 ഡെസിമൽ പ്ലേസും 1 2 ഡെസിമൽ പ്ലേസ് അല്ലേ ഉള്ളൂ. അത് ഈ 0 അങ്ങ് പോയി. ഇപ്പൊ എന്താ 11 ഇൻറ്റു 14 ഇൻറ്റു 17 ഇത്രയേ ഉള്ളൂ. സോറി 11 ഇൻറ്റു 14 ഇൻറ്റു 17 അല്ല, സോറി 7 ആണ്. ഇൻറ്റു 7 ആൻസർ ആയില്ലേ? നോക്കിയേ, ഞാൻ എപ്പോഴും നിങ്ങളത് പറയുന്നുണ്ട്, ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായാൽ എന്ത് ചെയ്യുക? ആദ്യം യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. എന്തൊക്കെയാ 8 7 4 3 യൂണിറ്റ് ഡിജിറ്റ് എല്ലാം ഡിഫറെന്റ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്, യൂണിറ്റ് ഡിജിറ്റ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 4 എന്താ 4, 4 ഇൻറ്റു 7 എന്താ 28, അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താ 8. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? 8 യൂണിറ്റ് ഡിജിറ്റ് ഉള്ള ഏതാ? ഒരു ഓപ്ഷനേ ഉള്ളൂ. എന്താ നമ്മുടെ ആൻസർ? അപ്പോൾ 1078 1078 ആണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ ആണോ? 1078 ആണ് നമ്മുടെ ആൻസർ വരിക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഡെസിമൽ കണ്ടാൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യരുത്. ഇതിനാണ് നമ്മുടെ സാധ്യതയുള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ, ഈ എല്ലാവരും എഴുതുന്ന ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഒരു കാര്യമില്ല. അവരെല്ലാവരും എഴുതുന്ന എല്ലാവരും എഴുതും. എന്ത് ചെയ്യുക? അതിന്റെ കുറച്ച് അപ്പുറത്തേക്ക് നിൽക്കുന്ന ആ കിട്ടാൻ സാധ്യത ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇത് അതേപോലുള്ള ക്വസ്റ്റ്യൻ, അത് കണ്ടാൽ തന്നെ കുറെ പേര് എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. പിന്നെ ചെയ്യാമെന്നോ അല്ലെങ്കിൽ ചെയ്യേണ്ട അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാമെന്നോ സ്കിപ്പ് ചെയ്യും. ഇതൊന്നും ചെയ്യാനില്ല. ഇക്വേഷൻ മാത്രം പറഞ്ഞാൽ എന്തായി? ആൻസർ ആയി. ഇക്വേഷൻ മാത്രം അറിയാം, കട്ട് ചെയ്ത് കളയുക, എത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് മെൻസുറേഷൻ ഗ്രൂപ്പ് ഡിക്ക് അഡ്വാൻസ് ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കാണ് മെൻസുറേഷനും അതേപോലെ നമ്മുടെ ഓൾജിബ്രയും. ഒരുപാട് ക്വസ്റ്റ്യൻ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന 2 ടോപ്പിക്കാണ്. അഡ്വാൻസ് ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന 2 ടോപ്പിക്കാണ് നമ്മുടെ ഈ പറഞ്ഞ മെൻസുറേഷനും ഓൾജിബ്രയും. അപ്പൊ ഇതിന്റെ മെൻസുറേഷൻ ഇക്വേഷൻ എല്ലാവരും നല്ലോണം പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, the difference between compound interest and simple interest on a certain sum of money for 2 years at 8% per annum is 12.80. Find in the sum. Sum എന്ന് വെച്ചാൽ എന്താണ്? പ്രിൻസിപ്പിൾ. സം എന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, എന്താ തന്നിട്ടുള്ളത്? 2 വർഷം 8% പലിശ നിരക്കിൽ ഏത് ഒരേ പ്രിൻസിപ്പിൾ എന്ത് ചെയ്തു? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും കൊടുത്തു, സിമ്പിൾ ഇൻട്രസ്റ്റിലും കൊടുത്തു. അപ്പൊ രണ്ടിടത്തും കിട്ടിയ പലിശയുടെ ഡിഫറൻസ് എത്രയാ? 12.5 ആണ്. പലിശയുടെ ഡിഫറൻസ് 12.8 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ പറഞ്ഞു തരാം. ഡിഫറൻസ്, ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 ദ ഹോൾ സ്ക്വയർ. 100 ദ ഹോൾ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ഇക്വേഷനാ, പഠിച്ചു വെച്ചോ. ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സം ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 ദ ഹോൾ സ്ക്വയർ. ഇവിടെ എന്താ റേറ്റ്? 8 ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഡിഫറൻസ് എന്ത് വരും? 12.8 ഈക്വൽ ടു പ്രിൻസിപ്പിൾ ആണ് കണ്ടുപിടിക്കുന്നത് ഇൻറ്റു 8 സ്ക്വയർ എത്രയാ? 64. 100ന്റെ സ്ക്വയർ എത്രയാ? 100ഉം ഒരു 2 പൂജ്യം കൂടെ, അത്രയേ ഉള്ളൂ. ഇപ്പൊ എന്താ? 10,000. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, നോക്കി. അപ്പൊ പ്രിൻസിപ്പിൾ നമുക്ക് ഒറ്റയ്ക്ക് എടുത്താൽ എന്താ കിട്ടുന്നത്? പ്രിൻസിപ്പിൾ ഈസ് ഈക്വൽ ടു, ഇവിടെ ഡിവിഷൻ വന്ന് എന്ത് ചെയ്യും? അപ്പുറത്തും എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. 12.8 ഇൻറ്റു 140 ഡിവൈഡ് ബൈ, ഇവിടെ മുകളിലുള്ള എന്താവും? അടുത്ത പോകുമ്പോൾ താഴെയാവും. ക്ലിയർ ആണോ? അപ്പൊ എന്താ വരുന്നേ? 12.80 ആണ്. 12.80 ആണ്. സോറി 12.80 ആണ്. നോക്കി, അപ്പൊ എന്ത് പോയി? 2 0 എന്തിനു പോയി? ഈ 2 ഡെസിമൽ കളയാൻ പോയി. ഇപ്പൊ ബാക്കി എത്രയുണ്ട്? 12.80. 2 0 പോയി. ഇപ്പൊ എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്. 12.8000 ഡിവൈഡഡ് ബൈ 64. 64 ഇൻറ്റു 2 അല്ലേ 128 ആണല്ലോ. 2 പിന്നെ ബാക്കി എത്ര പൂജ്യം ഉണ്ട്? 3 പൂജ്യം ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 2000. ക്ലിയർ ആണോ? ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എന്താ? പ്രിൻസിപ്പിൾ ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 ദ ഹോൾ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു മെത്തേഡ് ഉണ്ട്. എന്താ? ഈ സക്സസീവ് എടുക്കുക. 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താ? ആദ്യം 8%, രണ്ടാമത്തെ വർഷം 8%. എത്രയാ? 16%. 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ത് വരും? അത് നമ്മൾ എന്ത് ചെയ്യും? സക്സസീവ് എടുക്കണം. 8 + 8 പ്ലസ് എന്ത്?
8 into 8 divided by 100. Tables എന്താ 16 plus 8 into 64. 64 divided by 100 എന്താ 0.64. അപ്പോൾ എന്ത് വരും 16.64 വരും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. എത്രയാ ഡിഫറൻസ്? 16.64 ഡിവൈഡഡ് മൈനസ് എന്ത് 16. 16.64 നിന്ന് 16 പോയാൽ എന്താ വരുന്നത്? 0.64. അതാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? 12.80 എന്ന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? 100 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫൈൻഡ് ദ സം പ്രിൻസിപ്പിൾ എന്താ? 100% എടുക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യുക? 100 കണ്ടുപിടിക്കുക. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്കിലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി അങ്ങോട്ടുള്ള നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇക്വേഷൻ നിങ്ങളെ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുക. A, B and C can do a piece of work in 12 days, 15 days and 20 days respectively. A ഒരു വർക്ക് എന്ത് 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ബി അതേ വർക്ക് 15 ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കും. സി എത്ര ദിവസം കൊണ്ട്? 20 ദിവസം കൊണ്ട് ആ വർക്ക് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കും. They started working together. അവർ എന്ത് ചെയ്തു? ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. But A left 2 days before completion. ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ പോലും A എന്ത് ചെയ്തു? വർക്ക് തീരുന്നതിന് 2 ദിവസം മുമ്പ് എന്ത് ചെയ്തു? പോയി. In how many days the work was completed? Was the work completed? അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ എല്ലാം നോക്കിയിട്ട് എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ആവുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. എത്ര ദിവസം കൊണ്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ആവുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തിനും ഏതിനും നമുക്ക് എന്ത് വേണം? ടോട്ടൽ വർക്ക് വേണം. അതിന് എന്ത് ചെയ്യണം? ഈ മൂന്നിന്റെയും എൽസിഎം കാണണം. എന്ത് വരെ ഇവിടെ എൽസിഎം? 12, 15, 20. എന്താ എൽസിഎം വരുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്ങനെ എൽസിഎം കാണുന്നതെന്നുള്ളത്. ഏറ്റവും വലിയ നമ്പർ 20, അതിന്റെ എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾസ് എടുത്ത് പോവുക. അപ്പൊ എന്ത് വരും? ഇവിടെ 15 5 അടങ്ങുന്ന ഒരു നമ്പറാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഏത് നമ്പറിന്റെയും നോക്കി ഇവിടെ നോക്കി 12, 15, 20. 20 മൾട്ടിപ്പിൾ എടുക്കുക. 20 into 1 എന്താ? 20. 12 എന്തെങ്കിലും 20 ആണോ? അല്ല. അപ്പൊ നമ്മൾ എൽസിഎം 20 അല്ല. 20 into 2 എത്രയാ? 40. 12 into എന്തെങ്കിലും 40 വരുമോ? ഇല്ല. 20 into 3 എത്രയാണ്? 60. 12 into 5 60 അല്ലേ? 15 into 4 എന്താ? 60 അല്ലേ? ഇപ്പൊ നമ്മുടെ എൽസിഎം എന്താ? 60 ആണ് നമ്മളുടെ എൽസിഎം വരുന്നത്. നമ്മുടെ എൽസിഎം എന്താ വരുന്നത്? 60 ആണ് വരുന്നത്. ഓക്കെ, 60 വന്നു. എൽസിഎം എന്താ ഇവിടെ? ടോട്ടൽ വർക്ക് എൽസിഎം ആണ്. ടോട്ടൽ വർക്ക് എന്ത് വന്നു? 60 വന്നു. ഇനി എഫിഷ്യൻസി എങ്ങനെയാ കാണുന്നത്? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ആണല്ലോ. അപ്പൊ ഫസ്റ്റിന്റെ എന്താ? 60 ഡിവൈഡ് ബൈ 12 എത്രയാ? 5. അല്ലെങ്കിൽ എന്ത് ചെയ്യാ? 12 into എത്രയാണ് നമ്മുടെ ടോട്ടൽ വർക്ക്? 12 into 5 അല്ലേ 60. 15 into എത്രയാ? 60. 4. 20 into എത്രയാണ്? 60. 3. അപ്പൊ നമുക്ക് എഫിഷ്യൻസികൾ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇനി? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? A 2 ദിവസം മുമ്പേ പോയി ആണല്ലോ. A 2 ദിവസം മുമ്പേ പണി തീരുന്നതിന് 2 ദിവസം മുമ്പേ ആരങ്ങ് പോയി? A അങ്ങ് പോയി. ഒന്നും പേടിക്കണ്ട. ഇങ്ങനെ ലെഫ്റ്റ് വരുന്ന കണ്ടീഷൻ ആണെങ്കിൽ ആര് ലെഫ്റ്റ് ചെയ്തോ, എത്ര ദിവസം ലെഫ്റ്റ് ചെയ്തോ അവരുടെ ആ ദിവസത്തെ വർക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ടോട്ടൽ വർക്കിന്റെ കൂടെ. അത്രേ ഉള്ളൂ. A 2 ദിവസം ചെയ്യുന്ന വർക്ക് എന്താ? 2 into എഫിഷ്യൻസി എത്രയാ? 5. A 10 വർക്കാണ് എന്ത് 2 ദിവസം കൊണ്ട് ചെയ്യുന്നത്. അത് എന്ത് ചെയ്യുക? ടോട്ടൽ വർക്കിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇപ്പോഴത്തെ ന്യൂ ടോട്ടൽ വർക്ക് എന്ത് കിട്ടും? 60 plus 10 70 ആണ് ടോട്ടൽ വർക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവർ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് എന്ത്? ഹൗ മെനി ഡേയ്സ്? നമ്പർ ഓഫ് ഡേയ്സ് അല്ലേ വേണ്ടത്. അത് എന്ത് ചെയ്യുക? ടോട്ടൽ വർക്ക് 70 ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി എത്ര? ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യുന്നത്. 5 plus 4 plus 3 എത്ര വരും? 5 plus 4 plus 3 എത്രയാ വരുന്നേ? 12. 2 കൊണ്ട് കട്ട് ചെയ്താൽ 35 ഡിവൈഡഡ് ബൈ 6 എത്ര വരുന്നേ? 35 ഡിവൈഡഡ് ബൈ 6 30 വരെ പോവും. ആദ്യം എന്ത് വരും? 6 into 5 ആണ് 30. ഓപ്ഷനിലേക്ക് നോക്കുക. ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ 5 വെച്ച് തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 5.83 days. 5.83 days. ക്ലിയർ ആണോ? 5 വെച്ച് തുടങ്ങുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 5.83 days ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് a cube whose side is 5 cm. ഞാൻ പറഞ്ഞു ഇക്വേഷൻ നിങ്ങളെ ഫെമിലിയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ളത്. നോക്കി, ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ്. ടോട്ടൽ സർഫസ് ഏരിയ ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ഇക്വേഷൻ എന്താ? 6 into സൈഡിന്റെ സ്ക്വയർ. അപ്പൊ എന്ത്? 6 into 5 സ്ക്വയർ. 5 സ്ക്വയർ എന്താ? 25. 6 into 25 എത്ര വരും?
6 × 25 എത്രയാ 150 ആണ് എന്ത് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ്. 6a² ആണ് എന്ത് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ്. സൈഡ് എന്ന് പറയുന്നത് എന്താ 5 സെന്റിമീറ്റർ ആണ്. 6 × 5² എന്താ 6 × 25 150 വരും. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഓഫ് എ റെക്ടാംഗിൾ. ഒരു റെക്ടാംഗിളിന്റെ ഡയഗണലിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. ഡയഗണലിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. ഹൂസ് ലെങ്ത് ഈസ്, ലെങ്ത് എന്താ 12 സെന്റിമീറ്റർ ആണ്. ബ്രെഡ്ത്ത് എന്താ 5 സെന്റിമീറ്റർ ആണ്. ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്താണ് ഇക്വേഷൻ ഇവിടുത്തെ? എന്താണ് ഇക്വേഷൻ? ഒന്ന് ഇക്വേഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പലൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇക്വേഷൻ എന്താ? ഡയഗണലിന്റെ ഇക്വേഷൻ എന്ത് വരും? ഡയഗണൽ ഇക്വേഷൻ എന്ത് വരും? ഇക്വേഷൻ എന്ത് വരും? റൂട്ട് ഓഫ് ലെങ്തിന്റെ സ്ക്വയർ പ്ലസ് ബ്രെഡ്ത്തിന്റെ സ്ക്വയർ. ഓക്കെ, റൂട്ട് ഓഫ് ലെങ്തിന്റെ സ്ക്വയർ എത്രയാ 12² പ്ലസ് ബ്രെഡ്ത്തിന്റെ സ്ക്വയർ എത്രയാ 5². 12ന്റെ സ്ക്വയർ എന്ത് വരും? 36. സോറി 6 സ്ക്വയർ ആയിട്ട് പോയി. 12ന്റെ സ്ക്വയർ എന്താ 144 പ്ലസ് 5ന്റെ സ്ക്വയർ എന്താ 25. എന്ത് വരും ഇവിടെ? റൂട്ട് ഓഫ് 144 പ്ലസ് 25 169. എത്രയാ റൂട്ട് ഓഫ് 169? 13. ആൻസർ ഉണ്ടോ? ഉണ്ട്. 13. ഓക്കെ, 13. ഓക്കെ, അപ്പോ ഇതാണ് ഒരു വഴി, ഇതാണ് ഒരൊറ്റ വഴി. നമുക്ക് ഇക്വേഷൻ വഴി പോവാം. ഡയഗണൽ ഈസ് ഈക്വൽ ടു എന്ത്? റൂട്ട് ഓഫ് L² പ്ലസ് B². ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ഈ റെക്ടാംഗിൾ ഈ ഒരു ആംഗിൾ എന്താ 90 ഡിഗ്രി അല്ലേ? ഈ സൈഡ് എന്താ 12 സെന്റിമീറ്റർ അല്ലേ? നോക്കി, അങ്ങോട്ട് ഞാൻ മാറ്റി വരച്ചു. ഈ ഒരു റൈറ്റ് ട്രയാംഗിൾ ഫോം ചെയ്തില്ലേ? ഇതെന്താ 5 സെന്റിമീറ്ററും ഇത് 12 സെന്റിമീറ്ററും. അപ്പൊ ഈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഹൈപ്പോട്ടന്യൂസ് എന്താ? പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ഓർമ്മയുണ്ടോ? 5, 12 പിന്നെന്താ വരുന്നത് 13. അപ്പൊ നമ്മുടെ ഡയഗണൽ എന്താ 13 കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുക. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? ട്രിപ്ലെറ്റ് അറിയത്തില്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ അപ്പുറത്ത് ചെയ്തത്. ക്ലിയർ ആണല്ലോ. ട്രിപ്ലെറ്റ്സ് പഠിച്ചു നോക്കണം. പൈതഗോറിയൻ ട്രിപ്ലെറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടുപിടിക്കാനുള്ള വഴിയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് കാണാതെ പഠിച്ചു നോക്കുക. 20 വരെ ഉണ്ടെങ്കിൽ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് കാണാതെ പഠിച്ചു നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, the perimeter of a square is 48 centimeter. The perimeter of a square is 48 centimeter. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തറിയണം? സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയാണെന്ന് അറിയണം. എന്താ സ്ക്വയറിന്റെ പെരിമീറ്റർ? പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താ? 4 into സൈഡ് 4a. അപ്പൊ എന്താ 4 into എന്താ ഉള്ളേ? 4 into a എന്ന് പറയുന്നത് എന്താ അവിടെ കിട്ടിയത്? 4a എന്താ 48. ഇപ്പോ a എന്ത് കിട്ടും? സൈഡ് എന്ത് കിട്ടും? സൈഡ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റൂ. ഏരിയ എന്താ? സ്ക്വയറിന്റെ ഏരിയ എന്താ? a സ്ക്വയർ. സൈഡിന്റെ സ്ക്വയർ a എന്ത് കിട്ടും? 48 ഡിവൈഡഡ് ബൈ 4 എത്രയാ? 12. അപ്പൊ a സ്ക്വയർ എന്താ? 12 സ്ക്വയർ എത്ര കിട്ടും? 144. എത്രയേ ഉള്ളൂ? 144. 144. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. നമ്മുടെ സെഷൻ ഇവിടെ തീരുകയാണ്. ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ മോഡൽസും എല്ലാ ഇക്വേഷൻസും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും റിവിഷൻ ഇങ്ങനെയുള്ള മാത്സിന്റെ സെഷൻ ഗ്രൂപ്പ് ഡിയുടെ ഭാഗമായിട്ട് 3-ാം തീയതി തുടങ്ങുന്നേ ഉള്ളൂ. ഇനി ഒരുപാട് ദിവസം എക്സാം ഉണ്ട്. ഇങ്ങനെ വേണമെന്ന് ആവശ്യമുണ്ട് എങ്കിൽ നമ്മളെ അറിയിക്കാം. ഉറപ്പായിട്ടും ആ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ലോണം റിവൈസ് ചെയ്ത് ഇത് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഫിസിക്കലുള്ള എക്സാം ആണ്. അതുകൊണ്ട് കട്ട് ഓഫ് കുറയാനാണ് സാധ്യത. കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ആപ്ലിക്കൻസ് കുറവാണ്. കഴിഞ്ഞ വട്ടം 1.03 കോടി ആപ്ലിക്കൻസ് ആണ് ഉണ്ടായത്. ഇപ്പൊ 50-55 ലക്ഷം ആപ്ലിക്കൻസേ ഉള്ളൂ. അതുകൊണ്ട് കട്ട് ഓഫ് കുറയാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക, എല്ലാം പഠിക്കുക, ഒന്നും വിടാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.